مولاي صل وسلم دائما أبدا على بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا محمد. اللهم أوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم وما صليناه هدية منا إلى حضرة النبي سيدنا محمد صلى الله عليه وسلم وإلى حضرات سائر أهل الخير والدعاة كلهم أجمعين، خاصة وإلى حضرات السادات البدريين والوحديين والخندقين وسفيوباتهم وعدتنا بمددهم واحمنا بحمايتهم وانصرنا بنصرتهم يا خير الناصرين. اللهم إنا نسألك بحقهم يا رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم بارك لنا في رجب وشعبان وبلغنا رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن وسائر الخيرات يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ആദരണീയരായ ഉസ്താദുമാർ, മറ്റു മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഒരുമിച്ച് കൂടിയതുപോലെ തന്നെ അവൻ്റെ ജന്നാത്തുൽ നഈമിൽ അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാവട്ടെ.
അൽഹംദുലില്ലാ റജബ് 20 നോമ്പ് നോറ്റിയിരിക്കുന്നവർ ഈ സദസ്സിൽ നമ്മുടെ ഉസ്താദന്മാരുടെ വായിൽ നിന്ന് ഉതിർന്നു വീഴുന്നതായ ഇൽമുകൾ കേൾക്കലും പഠിക്കലും അതും നമുക്ക് കിട്ടിയ ഒരു സന്ദർഭമാണ്. പകലിലാണ്. അള്ളാഹു എല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് കൂടുതലൊന്നും ഞാൻ സംസാരിക്കുന്നില്ല, അതിന് അർഹതനുമല്ല. നമ്മുടെ മുമ്പിൽ 2 ഉസ്താദുമാർ ഇരിക്കുകയും ഞാൻ അതിന് ക്ലാസ് എടുക്കാനോ അല്ല വേറെ എന്തെങ്കിലും വിഷയം പറയാൻ പോയാൽ ചിലപ്പോൾ അവധക്കേടായി പോകും. അതുകൊണ്ട് ഞാൻ അതിനൊന്നും കടക്കാതെ എൻ്റെ വിഷയത്തിലേക്കാണ് ഇൻഷാ അല്ലാഹ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കും. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് അല്ലാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിളിവാണങ്ങൾ ഉംറയും സിയാറത്തിനും പോകാൻ ഒരുങ്ങി വന്നവരാണ് നമ്മളിൽ പലവരും. നിങ്ങൾക്കൊക്കെ അറിയാം, ഇന്നത്തെ കാലത്ത് എത്ര പേര് പണമുണ്ടായിട്ടും പാസ്പോർട്ട് ഉണ്ടായിട്ടും പുറത്ത് പോകാത്ത ആളുകളുണ്ട്. അതിൻ്റെ ഒരു കാരണങ്ങൾ തന്നെ ഒരുപാട് എൻ്റെ മുമ്പിലുണ്ട്. ഞാൻ ഈ ഉംറ കൊണ്ടുപോകാൻ കഴിഞ്ഞത് മുതൽ ഇന്ന് വരെ നോക്കിയാൽ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിനൊക്കെ കാരണം എന്ന് പറയുന്നത് അവിടുത്തെ വിളിയാണ്. അവിടുത്തെ വിളി കിട്ടിയാൾക്ക് മാത്രമേ അവിടെ ചെന്നെത്താൻ സാധിക്കുകയുള്ളൂ. പാസ്പോർട്ട് ഉണ്ടായതുകൊണ്ട് ഉംറയ്ക്ക് പോകാൻ പറ്റില്ല, പണം ഉണ്ടായതുകൊണ്ട് ഉംറയ്ക്ക് പോകാൻ പറ്റില്ല. എത്ര ആൾക്ക് പണമുണ്ട്, എത്ര ആൾക്ക് പാസ്പോർട്ട് ഉണ്ട്, ഇത്ര വലിയ വലിയ പണക്കാരുണ്ട് ഉംറയ്ക്ക് പോകാൻ. അതിനും ഭാഗ്യമാണ്. ആ ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാം റാഹത്തായ ഉംറയും സിയാറത്തും ചെയ്ത് വന്ന് തിരിച്ചു വന്ന് കുടുംബത്തോടൊപ്പം സന്തോഷം പങ്കിടാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന 22-ാം തീയതി അഥവാ 21-ാം തീയതിയാണ് നമ്മൾ ഇവിടുന്ന് പുറപ്പെടുന്നത്. 22-ാം തീയതി നൈറ്റിലാണ് ഫ്ലൈറ്റ്. പോകുന്നതിന് മുമ്പായി ഇൻഷാ അല്ലാഹ് അതിന്റെ കൃത്യമായ സ്ഥലവും സമയം ഞാൻ നിങ്ങൾ അറിയിക്കും. ആ സ്ഥലത്ത് എല്ലാവരും എത്തിച്ചേരുക. എല്ലാവരും നല്ല റാഹത്തിലായി ഒന്നിച്ച് യാത്ര തുടരാം. നമ്മുടെ 2 അമീർമാർ ഇവിടെ മുന്നിലിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹമീദ് മദനി ഉസ്താദുകളുണ്ട്, NCT-യുടെ അമീറാണ്. അതുപോലെ തന്നെ സക്കരിയ ഷാഹിദി ഉസ്താദുണ്ട്, മൂപ്പറുടെ അമീറാണ്. ഇത് തുടർന്ന് നമ്മുടെ കൂടെ വരുന്ന അമീറാണ്. ഉസ്താദിന് ചില കാരണത്താൽ അർജന്റായി ഒരുപാട് പോകേണ്ടതുണ്ട്. മൂപ്പറുടെ പാസ്പോർട്ട് ഇന്ന് ഡിസ്പാച്ചായി വന്നതാണ്. ആ പാസ്പോർട്ട് എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ. അതുകൊണ്ട് മുമ്പ് ആ പാസ്പോർട്ട് മേടിക്കാൻ പോകേണ്ട കാരണത്താൽ ഉസ്താദ് അല്പം മുമ്പ് പോകും. അതിന് നമുക്ക് നല്ല റാഹത്തായ ക്ലാസ്സൊക്കെ മദനി ഉസ്താദ് എടുത്തു തരും. എല്ലാം കൂടെ NCT ട്രാവൽസിന്റെ അമീർമാരാണ്. അൽഹംദുലില്ലാ നല്ല അമീർമാരാണ്. ഇങ്ങനെയുള്ള അമീർമാർ കൂടെയാണ് നമ്മൾ ഉംറയ്ക്ക് പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മൊയ്തുക്ക NCT മൊയ്തുക്ക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നു. മൊയ്തുക്ക അൽഹംദുലില്ലാ പാവങ്ങളുടെ അത്താണിയായ മൊയ്തുക്ക എന്തൊരു പ്രയാസം വന്നാലും ഇൻഷാ അല്ലാഹ് അവിടെ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കും. അവിടെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും കൂടെ നമ്മൾ അവിടെ ചെന്നെത്തിയാൽ എന്ത് പ്രയാസം നമ്മൾ അന്വേഷിച്ചുകൊണ്ട് അതിൻ്റെ കൂടെ ഒന്ന് നിൽക്കുന്ന ആളാണ് നമ്മുടെ NCT മൊയ്തുക്ക. ഇതുവരെ ചെയ്തതിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. നമ്മളെ ഉംറയിൽ വന്നിട്ടില്ല. പിന്നെ ഫ്ലൈറ്റ് ക്യാൻസൽ കഴിഞ്ഞ ഒരു പ്രാവശ്യം നമ്മുടെ മദീനത്തിൽ നിന്ന് വരുന്ന സമയത്ത് ഫ്ലൈറ്റ് ക്യാൻസൽ ആയി പോയിട്ടുണ്ട്. ഫ്ലൈറ്റ് ക്യാൻസൽ ആവുന്നത് ട്രാവൽസിന്റെ കുറ്റമല്ല, അല്ലെങ്കിൽ വേറെ ആളെ പ്രശ്നം ഇതല്ല. ഇന്നും ആ ഫ്ലൈറ്റ് ഉണ്ടായിട്ടില്ല, കണ്ണുകൊണ്ടെന്ന് പൊതിയില്ല. നമ്മൾ വരുന്ന സമയത്ത് ക്യാൻസലായ ഫ്ലൈറ്റ് ഇന്നാണ് സർവീസ്. അപ്പോൾ ഫ്ലൈറ്റ് അതിന് തന്നെ എടുത്തു കളഞ്ഞതാണ്. അല്ലാതെ ഒരു പ്രശ്നവും ഇന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. NCT-ക്ക് പോയാൽ ഒരു അനുഭവം ഇതും ഉണ്ടായിട്ടില്ല. അൽഹംദുലില്ലാ നല്ല ബാച്ചാണ്. നിങ്ങളെ കൂടെ ഇൻഷാ അല്ലാഹ് ഭാവിയായി ഞാനും ഉണ്ടാവും. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കൂടുതൽ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഉസ്താദിന്റെ സംസാരങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം സമയമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരു വിഷയം പറയാം. കാരണം നമ്മുടെ ഉസ്താദിന് പെട്ടെന്ന് ഒരുപാട് എത്തണം. അവരുടെ പോസ്റ്റ് മേലിംഗ് 2 മണി
സമയം വരെ ഉണ്ടാവുള്ളൂ. അതിനു മുമ്പായി മൂപ്പർ പോയി പാസ്പോർട്ട് കലക്ട് ചെയ്ത് അത് എത്തിക്കേണ്ടതാണ്. അത് അവരല്ലാതെ വേറെ ആൾക്ക് പോയാലും പാസ്പോർട്ട് കൊടുക്കില്ല. അതുകൊണ്ട് മൂപ്പർ ഇന്നാണ് പോയേ പറ്റുള്ളൂ. ഇൻഷാ അല്ലാഹ് മൂപ്പറെ അഭാവത്തിൽ നമ്മൾ അമിത് മദനി ഉസ്താദ് നല്ല അന്നത്തെ ക്ലാസ്സൊക്കെ നടത്താനിരിക്കുകയാണ്. ഏതായാലും അല്ലാഹു ഉസ്താദിന്റെ ക്ലാസ്സുകളും മറ്റെല്ലാം കേൾക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഇന്നത്തെ ഈ വേദിയിൽ ബഹുമാനപ്പെട്ട നമ്മുടെ അമീറായ സക്കറിയ സാഹിബ് ഉസ്താദിന്റെ കൂടിയാണ് ഇൻഷാ അല്ലാഹ് നാം കണ്ടിട്ടുള്ള അമീറായി പോകുന്നത്. അല്ലാഹു ഉസ്താദുകളുടെ ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. ഉസ്താദ് വർഗ്ഗങ്ങളെ ഞാൻ NCT വകയായി വലിയ വകയായി ഒരായിരം സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ക്ഷണം സ്വീകരിച്ച് ഏത് സമയത്തും ഏത് ടൈം ഏത് ദിവസം നോക്കിയാലും കയ്യ എന്നുള്ളൊരു വിഷയം പറയാതെ എപ്പോൾ വിളിച്ചാലും NCTയുടെ കൂടെ നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ ഒന്നിച്ചു വരുന്ന നമ്മുടെ മദനി ഉസ്താദ് അൽഹംദുലില്ലാഹ് ഉസ്താദിന്റെ ആഫിയത്തും ദീർഘായുസ്സും ഹിമ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഇനിയും ഒരുപാട് പ്രാവശ്യം പാവങ്ങളായ ഞങ്ങളെ പോലെയുള്ളവരെ ഉസ്താദുമാർക്ക് അമീറമാരെ കൊണ്ടുപോയി അവിടെ ചെന്ന് ചുമ ചെയ്യിപ്പിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഉസ്താദ് അവർകളെയും ഞാൻ ഈ യോഗത്തിലേക്ക് ഒരായിരം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കാട്ടപ്പള്ളി നിർമ്മാജിക്കാറുണ്ട്. നിർമ്മാജിക്കാൻ ആർക്കും അറിയാതില്ല, എല്ലാവർക്കും അറിയാം. നമ്മുടെ നിർമ്മാജിക്കാർക്ക് ഞാൻ NCT വകയും എൻ്റെ വകയും ഞാൻ ഒരായിരം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ NCT സ്റ്റാഫ് മാസ്റ്റർ, അതുപോലെ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഞാൻ ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് നമുക്ക് ഈദ്ഗാ മൈതാനം ഈ സൗകര്യം ചെയ്തു തന്ന ഈ കമ്മിറ്റി ഭാരവാഹികൾക്ക് ഞാൻ നന്ദി അറിയിക്കുകയും അവർക്ക് വേണ്ടി ഞാൻ സ്വാഗതം ആശംസിക്കുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്പീക്കറൊക്കെ തന്നത് സഹായിക്കുന്ന നമ്മുടെ റാസിഖിന് അല്ലാഹു ബർക്കത്തും അവരുടെ ബിസിനസ്സിൽ അല്ലാഹു ഇസ്സത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ചില പ്രയാസങ്ങളുള്ളവരാണ്, ചില ബിസിനസ്സിലൊക്കെ നാശപ്പെട്ടിട്ടുള്ളവരാണ്, കുറച്ച് കടങ്ങൾ കാര്യങ്ങളുള്ളവരാണ്. അല്ലാഹു അദ്ദേഹത്തിന്റെ എല്ലാ കടങ്ങളും അല്ലാഹു നല്ലതായ രീതിയിൽ വീട്ടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എന്ത് പ്രയാസങ്ങളും അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പള്ളിയുടെ മഹദീനായ ഉസ്താദ് അവർ നമ്മുടെ മുമ്പിൽ ബാക്കിലിരുന്നിട്ട് ഉസ്താദ് സ്റ്റേജിൽ ക്ഷണിച്ചു വന്നിട്ടില്ല. ഉസ്താദ് അവരുടെ ഞാൻ ഒരാളാണ് ಸ್ವಾಗತ ಆಶಿಸು आपको भी मैं स्वागत कर रहा हूं ಇನ್ಶಾಅಲ್ಲಾ. ಹಾಗೆಯೇ ಇವತ್ತು ನಮ್ಮ ಜೊತೆ ಬರುವಂತಿರುವಂತಹ ಹನಫಿ ಮದಹಬಿನಂತಹ ಸುಮಾರು 8 ಜನ ಮಂದಿಯವರು ನಮ್ಮ ಜೊತೆ ಬರ್ತಾ ಇದ್ದಾರೆ. ಅವರಿಗೂ ನಾನು NCT ವತಿಯಿಂದ ಹಾಗೂ ನನ್ನ ವತಿಯಿಂದ ನಾನು ಸ್ವಾಗತವನ್ನು ಕೋರುತ್ತಾ ನನ್ನ ಒಂದು ಮಾತಿಗೆ ಮುಕ್ತಾಯವನ್ನು ಮುಗಿಸ್ತಾ ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತುಹು. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك इसमें और क्लियर, इसमें इतना स्टेप बहुत जल्दी फुल हो जाती है इसमें. اللهم صل على النور وأهله. ഏറ്റവും ബഹുമാനമാത്രം നിറഞ്ഞ മദനി സ്ഥാനവലികളിൽ അതേപോലെ തന്നെ NCT ഗ്രൂപ്പിന് വേണ്ടി വളരെ അഹോരാത്രം പരിശ്രമിക്കുന്ന ഹനീഫ് സാഹിബ്, അതേപോലെ തന്നെ നമ്മുടെ കാട്ടക്കൊല്ലിക്കാരന്മാരായ ഹാജി, ഇങ്ങനെ തുടങ്ങി പ്രമുഖരായ ആളുകൾ ഇവിടെ ഉണ്ട്. അല്ലാഹു എല്ലാവർക്കും ഒരുപാട് ഖൈർ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് റബ്ബിന്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് ഇരു ഹറമുകൾ സന്ദർശിക്കാനും ഉംറ നിർവഹിക്കാനും ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ക്ഷാരത്തേക്ക് എത്താനും
കൊതിക്കാത്ത മുഅ്മിനുണ്ടാവില്ല. എല്ലാ മുഅ്മിനീങ്ങൾക്കും അത് നിർബന്ധമായിട്ടും ഉണ്ടാകുന്ന ഒരു ഘടകമാണ്. കാരണം അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞതായിട്ട് കാണാം. ഇന്നൽ ഈമാന ലയഇരിദു ഇലൽ മദീനതി കമാ തഇരിദുൽ ഹയ്യതി ഇലാ ജുഹരിഹാ എന്ന് പറഞ്ഞാൽ പാമ്പ് അതിന്റെ മാളത്തിലേക്ക് മടങ്ങുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ഒരു പാമ്പ് അതിന്റെ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങി, ആ പുറത്തിറങ്ങിയ പാമ്പ് അതിന്റെ കൂടിലേക്ക് തിരിച്ചെത്താൻ എപ്പോഴും ഇങ്ങനെ വെമ്പൽ കൊണ്ടിരിക്കും. അങ്ങനെയാണ് ഡ്യൂട്ടിക്ക് കഴിഞ്ഞൊന്ന് അതിന്റെ മാളത്തിലേക്ക് എത്തണം എന്നതുപോലെ ഒരു മുഅ്മിനായ മനുഷ്യന്റെ മനസ്സ് എപ്പോഴും മദീനയുമായിട്ട് അവിടെ എത്തണമെന്നിങ്ങനെ കൊതിച്ചുകൊണ്ടിരിക്കും. ആ കൊതിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് നമുക്കിവിടെ ഇരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകിയത്. തീർച്ചയായിട്ടും അങ്ങനെയാണ്. അപ്പൊ നമ്മള് ഉത്തരവിധങ്ങളോടുള്ള സ്നേഹം കാരണം കൊണ്ടാണ് ഇത് കൊതിച്ചത്. നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമ്പത്തും നമ്മുടെ സമയവും ഇതൊക്കെ ചെലവഴിച്ച് നാം എവിടേക്കാണ് പോകുന്നത്? അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച നാടായ മക്കയിലേക്കും ഇന്ന് വഫാത്തായി കിടക്കുന്ന ആ മദീനയിലേക്കുമാണ്. ഈ രണ്ട് നഗരവും ഒരു മുഅ്മിനിന്റെ മനസ്സിൽ ഞാനിപ്പോ പറഞ്ഞതുപോലെ എപ്പോഴും ഉണ്ടാകുന്ന ഒന്നാണ്. കഅബയെക്കുറിച്ച് നിങ്ങളോട് പറയേണ്ടത് ആവശ്യമില്ല. നാം എപ്പോഴും തിരിഞ്ഞ് നിസ്കരിക്കുന്നത് ആ കഅബയിലേക്കാണ്. ആ കഅബ ഒന്ന് കാണാൻ നാമൊക്കെ കൊതിക്കുന്ന കുറെ കാലമായി. അല്ലാഹു നമുക്ക് ഈ അവസരം നൽകി. അല്ലാഹു പരിപൂർണമായ നിലക്ക് തൃപ്തിപ്പെടുന്ന നിലക്ക് കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അപ്പൊ ഞാൻ ഉംറയുടെ കർമ്മങ്ങളുടെ വിഷയത്തിലേക്ക് ഇപ്പോൾ കൂടുതൽ കിടക്കുന്നില്ല. കാരണം എനിക്ക് അർജന്റ് പോകാനുള്ളത് കൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ ഉസ്താദ് പറയും. ഇൻഷാ അല്ലാഹ് എല്ലാ കാര്യത്തിലും നിങ്ങളുടെ കൂടെ നമ്മൾ ഉണ്ടാകും. ഒരു വിഷമവും വേണ്ട. ഇൻഷാ അല്ലാഹ് ഒരു വിഷമവും വേണ്ട. എല്ലാ കാര്യത്തിലും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അതിന്റെ കർമ്മങ്ങളുടെ രീതികളൊക്കെ ഉസ്താദ് പറയും. ഞാനതിന്റെ ഒരു സ്പർശനം എന്ന നിലക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് പിരിയാം. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഒരു കോൾ വരികയാണ്. ഉദാഹരണത്തിന് അർമാജിക്കാൻ ഒരു ഫോൺ കോൾ. എന്താണ് ഫോൺ കോള്? നിങ്ങളെ വീട്ടിലേക്ക് ഞാൻ വരുന്നുണ്ട്, ഇന്ന് ഉച്ചക്ക് എത്തുന്നാണ് ഒരു സുഹൃത്ത് വിളിച്ച് പറയുന്നത്. അപ്പോ അർമാജിക്കാന്റെ പ്രതികരണം എന്തായിരിക്കും? ഒരുങ്ങൂലെ? എല്ലാരും ഒരുങ്ങൂലെ? അതിന് കറി വെക്കാനും ചോറ് വെക്കാനും എന്തെല്ലാം അവരെ എങ്ങനെ സന്തോഷിപ്പിക്കണം എന്ന് ചിന്തിച്ചിട്ട് ആ വിരുന്നുകാരനെ വളരെ ഭംഗിയിൽ അയക്കാനുള്ള എല്ലാ സെറ്റപ്പും നിർമ്മാജിക്കാൻ ചെയ്യും. നിങ്ങളെല്ലാം ചെയ്യൂലേ? കോൾ വന്നത്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, മുഅ്മിനീങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇപ്പോൾ മുന്നിട്ടിട്ടുള്ളത് ദുയൂഫ് റഹ്മാൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ അതിഥിയായിട്ടാണ് കഅബയിലേക്ക് ഒരാളെത്തുന്നത്. അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ക്ഷണിച്ചതാണ്, ഖുർആനിലുള്ളത് പഠിപ്പിച്ചതാണ്. വിശാലമായ അതിലേക്കൊന്നും ഇപ്പൊ കിടക്കുന്നില്ല. അപ്പൊ ആ ക്ഷണം സ്വീകരിച്ച് ദുയൂഫ് റഹ്മാൻ എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ അതിഥിയായിട്ടാണ് നാം അവിടത്തേക്ക് പോകുന്നത്. ഈ അതിഥിയായിട്ട് പോകുമ്പോ ഒരു അതിഥി പോകുമ്പോ നമ്മൾ ഈ സാധാരണക്കാരായ നമ്മളത്തേക്ക് അതിഥി വരുന്ന പറയുമ്പോ നമ്മൾ എത്ര ഭംഗിയിൽ സ്വീകരിക്കാറുണ്ടല്ലേ? അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത്. എന്നാൽ കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ അടിമായി ഒരു അതിഥിയായിട്ട് പോകുമ്പോ നമ്മൾ വെറുതെ തിരിച്ചേക്കും. അങ്ങനെ തോന്നുന്നില്ല? അങ്ങനെ തോന്നുന്നില്ല? വെറുതെ റബ്ബിങ്ങനെ ഇങ്ങോട്ട് തിരിച്ചേക്കും. നമ്മളെ അല്ലാഹുവിന്റെ വീടായ കഅബയിലേക്ക് അതിഥിയായിട്ട് വിളിച്ചിട്ട് വെറുതെ തിരിച്ചേക്കാതിരിക്കുക ഒരിക്കലുമില്ല. ഒരു ടെൻഷൻ
ടെൻഷനും വേണ്ട. ഒരു ടെൻഷനും വേണ്ട. ചില ഉംറക്ക് പോകുമ്പോ ഞാൻ പഠിച്ചിട്ട് ഉസ്താദ് എന്താക്കല് അങ്ങനെയുണ്ട്. ചില ഉസ്താദ് ഞാൻ വിഷയങ്ങളൊന്നും പഠിച്ചിട്ട് എന്താക്കല്. ഒരു ടെൻഷനും വേണ്ട. ഉംറ വളരെ ലളിതമാണ്. ഉംറയുടെ ഒരു പ്രത്യേകത പോയാക്കല്ല അറിയാം. ഉംറയില് പഠിക്കുന്നതിന് പറയാൻ വേണ്ടി ചെല്ലാൻ വേണ്ടി ചില പഠിക്കുന്നു. ഉംറന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഒരു കാര്യം ചെലവ് നിർത്തുന്നില്ല. എങ്ങനെ അമലില് ചെല്ലൽ നിർബന്ധമായ ഒരു കാര്യമില്ല. അതുകൊണ്ട് ആർക്കും ഒരു വിഷമവും വേണ്ട. ഇപ്പൊ പോവാനുള്ള എല്ലാം ഒരുക്കുന്ന അള്ളാഹുന്നതിന് ആർക്കും എത്തിക്കേണ്ട ഡ്യൂട്ടി അള്ളാഹ്ക്കാണ്. അപ്പൊ ചോദിക്കാൻ വേണം. അമലെത്തില്ല, ആർക്കും ലക്ഷ്യം വേണ്ട. ചെറിയ അമലുകളേ ഉള്ളൂ. അതെന്താണ്? നാവിൽ പറയേണ്ട ഒന്നുമില്ല. അതുകൊണ്ട് ആ വിഷയത്തിൽ ആർക്കും വേണ്ട, ഒരു ടെൻഷനും വേണ്ട. അതുകൊണ്ട് അല്ലാഹു മുഅ്മിനീങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ഹജ്ജ് പൂർത്തിയാക്കുക. അപ്പൊ ഇവിടെ നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കർമ്മം അല്ലാഹുവിന് വേണ്ടിയാണ്, അല്ലാഹുവിന്റെ അതിഥിയായിട്ടാണ് ഞാൻ പോകുന്നു എന്നുള്ള ഒരു നിയ്യത്ത് മനസ്സിലുണ്ടാവുക വളരെ പ്രാധാന്യമാണ്. ആ ഒരു നിയ്യത്ത് വളരെ പ്രാധാന്യമാണ്. അതുകൊണ്ട് ആ നിയ്യത്ത് എല്ലാവരും നന്നാക്കാൻ ആരപ്പെടുത്താനല്ല നമ്മൾ അല്ലാഹുവിന്റെ അതിഥിയായിട്ടാണ്. അപ്പോ ഖുർആൻ പറയുന്നു, നിങ്ങൾ ഹജ്ജും ഉംറയും അവന്റെ തൃപ്തിക്ക് വേണ്ടി നിങ്ങൾ പൂർത്തീകരിക്കുക. അതിന് വേറെ ലക്ഷ്യം ഉണ്ടാകാൻ പാടില്ല. അതിനകത്ത് കുറെ പണമുണ്ട്, ഞാൻ കുറെ ഹജ്ജ് ചെയ്ത്, ഞാൻ കുറെ ഉംറ ചെയ്ത്, ഇങ്ങനെ പറയാനല്ല. അങ്ങനെ നിങ്ങൾ അങ്ങനെ എന്നല്ല ഞാൻ പറയുന്നത്. ഖുർആൻ പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഹജ്ജും ഉംറയും നിങ്ങൾ പൂർത്തിയാക്കുക. അതുകൊണ്ട് ആ ഒരു വിഷയം എന്തില്ല, ടെൻഷൻ ആവശ്യമില്ല. വളരെ ലളിതമാണ്. വെറും 4 ഫർദുകളെ കൊണ്ട് എന്താവും? ഉംറ പൂർത്തിയാവും. നിസ്കാരത്തിന്റെ ഫർദുണ്ട്, നിസ്കാരത്തിന്റെ ഫർദുണ്ട് 14 നമ്മൾ ഡെയിലി ചെയ്യുന്നില്ലേ? ഇത് വെറും 4 ഉള്ളൂ. അതിന് നാവിൽ പറയേണ്ടത് ഒന്നുമില്ല. ഇഹ്റാം വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ ഇഹ്റാം ചെയ്യാം. അത് പറഞ്ഞാൽ ഈ എഫ്സായെ കുറിച്ച് വിശദീകരിച്ച് പറയും. ഞാൻ അതിനെ കിടക്കുന്നില്ല. ഇഹ്റാം ചെയ്യാം. ഒന്ന് എഫ്സായ ഉണ്ടാവുക കൂടെ ഇഹ്റാം ചെയ്യാൻ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. ഉസ്താദ് പറഞ്ഞു നിയത്തുകളൊക്കെ നിയത്തിന് അവർ പറയുന്ന സുന്നത്തേ ഉള്ളൂ. നിയത്തിലുണ്ടായാൽ മതി. അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ ഉംറ ചെയ്യുന്നു, ഇതന്നെ ഇഹ്റാം. लाइव वीडियो कर रहे हैं. लाइव में 23 आदमी देख रहे हैं. इधर 23 आदमी देख रहे हैं. അതേപോലെ തന്നെ സഈ ചെയ്യുന്നത് നമ്മൾ ഒന്നിച്ചാണ്. അല്ലാഹു തൗഫീഖ് ചെയ്താൽ. അപ്പോ എന്തെല്ലാം പറഞ്ഞപ്പോ ഇഹ്റാമിനെ നിയ്യത്ത് ചെയ്യാണ്. ഇപ്പൊ നമ്മൾ നിസ്കാരത്തിൽ ഇഹ്റാം എന്നുള്ള പദം കേട്ടില്ല. തക്ബീറത്തുൽ ഇഹ്റാം എന്ന്. അത് നിസ്കാരത്തിലേക്ക് കാര്യം എന്നാണ്. തക്ബീറത്തുൽ ഇഹ്റാം ഉംറയിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ഇഹ്റാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഇഹ്റാം നിസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടി കുറെ കാര്യങ്ങൾ ഹറാമാവില്ല. തിന്നാൻ പറ്റും നിസ്കരിക്കുമ്പോൾ, സംസാരിക്കാൻ എന്നതുപോലെ കുറച്ച് കാര്യങ്ങൾ ഇഹ്റാം കഴിഞ്ഞാൽ അനുവദനയില്ലാത്ത പാടില്ലാത്ത കാര്യങ്ങൾ പുസ്തകം പറയും. ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ പാടില്ല പറയും. ഞാൻ അതിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. അപ്പൊ ഇഹ്റാം ഒന്നിച്ചാണ് ചെയ്യുന്നത്. തവാഫ് ഒന്നിച്ചാണ്, സഈ ഒന്നിച്ചാണ്. പിന്നെ മുടിവെട്ടാൻ എല്ലാവർക്കും അത് കത്തിരിണ്ടെങ്കിൽ നമുക്ക് വെട്ടേണ്ട പണിയുണ്ട്. അതാണ് 4ാമത്തെ പറഞ്ഞത്. അത് മൊട്ടടിക്കലാണ് ഏറ്റവും നല്ലത്. അതങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഞാൻ അക്കൂടത്തിലേക്ക് ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. ഇത് അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യാനുള്ള വളരെ മർമ്മപ്രധാനമായ വിഷയം. അതുകൊണ്ട് ആരും ഉണ്ടാക്കണ്ട, ടെൻഷനാക്കണ്ട. അപ്പൊ ഇന്ന് മുതൽ ഒരുങ്ങേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ ഉംറക്ക് ഉദ്ദേശിച്ച ആദ്യമായിട്ട് ഇസ്തിഖാറത്ത് നിസ്കരിക്കുക, ഖൈറൽ തേടുന്ന 2 റക്അത്ത് നിസ്കരിക്കുക. അല്ലാഹു ഈ ഉംറയിൽ എനിക്ക് നീ ഖൈർ നൽകിയാൽ ഖൈറിനെ തേടുന്ന 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. ഇന്നലെ പോയി നിസ്കരിക്കാം. ഖൈർ തേടേണ്ടവൻ അല്ലാഹുവാണ്. ഈ ഉംറ ചെയ്യുന്നത് അവിടുത്തെ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാണ്. തൗഫീഖ് തരേണ്ടത് അല്ലാഹുവാണ്. ഖൈറിനെ തേടുന്ന 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക നമ്മൾ ആദ്യമായിട്ട് ഒരുങ്ങേണ്ട ഒന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ആമുഖം മാത്രം പറയുന്നത്. പിന്നെ മറ്റുള്ളവരോടൊക്കെ എല്ലാവരോടും നമ്മൾ സംസാരിക്കണം. പിണങ്ങി നിൽക്കുന്ന ഒരവസ്ഥ നമ്മൾ പാടിന് യോജിച്ച പണിയല്ല.
അപ്പോൾ നമ്മൾ ഉംറക്ക് പോകുമ്പോൾ നമ്മളെ അപ്പുറത്തെ ആളുകൾ കൊണ്ടുവന്നില്ല ഇല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനത്തെ ഒരു അവസ്ഥയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. എവിടെയും അങ്ങനെ പഠിപ്പിച്ചില്ല. എത്ര ശത്രുവിനോടും തങ്ങൾ പുഞ്ചിരിച്ചാണ് നേരിട്ടത് എന്ന് ചരിത്രത്തിൽ കാണാം. അതുകൊണ്ട് ആ വിഷയം ഒന്ന് ശ്രദ്ധിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പിന്നെ നമ്മൾ എന്താണ് ഉംറയിലേക്ക് കടക്കുന്ന ദിവസം ഇഹ്റാമിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ ഉസ്താദ് പറയും. സുന്നത്തായ കാര്യങ്ങളാണ്. ഇഹ്റാം ചെയ്യുന്നതിന് മുമ്പ് വീട്ടിൽ തന്നെ ചെയ്തു പോകേണ്ട കാര്യങ്ങൾ ഉസ്താദ് ഇൻഷാ അല്ലാഹ് പറയും. കുറച്ച് കാര്യങ്ങൾ കുറിച്ച് വൃത്തിയാകുന്ന കാര്യങ്ങൾ ഉസ്താദ് പറയും. ഇഹ്റാമിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ, ഇഹ്റാമിന് ശേഷം ആവശ്യങ്ങൾ പറയും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇത്രയും വിഷയങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഖൈറത്ത് നിസ്കരിക്കാം. അതേപോലെ തന്നെ അല്ല, ഖൈറത്ത് നിസ്കരിക്കുന്നതിന് മുമ്പ് ചെയ്യണമല്ലോ. എല്ലാവരോടും പണക്കങ്ങൾ എന്താക്കാം, മാറ്റി വയ്ക്കണം. അത് നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പോകുന്നതിന് മുമ്പായിട്ട് വെക്കണം. നമ്മൾ ആരോടും പണിയെടുക്കാൻ പാടില്ല. ഒരു മുഅ്മിനെ പറ്റിയ പണിയല്ല. അള്ളാഹു ഇത്ര വില തൗഫീഖ് നമ്മൾ തന്നിട്ട് നമ്മൾ പിന്നെ ഒരു അടിമനോട്, അള്ളാഹിന്റെ അടിമനോട് സംസാരിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മുഅ്മിനെ ഒഴിച്ച പണിയൊന്നുമില്ല. എന്ത് വിഷയം ഉണ്ടെങ്കിലും പറഞ്ഞത് റാഹത്തോടെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ വിഷയം നമ്മൾ ചെയ്യണം. പിന്നെ അള്ളാഹു തൗബ ചെയ്യുക. ഇത്ര കാലം നമ്മളോ പിന്നെ തെറ്റുകളൊക്കെ ചെയ്തു പോയിട്ടുണ്ടാവും. ഇപ്പൊ അവന്റെ വീട്ടിലേക്ക് അതിഥിയായിട്ട് അവസരം നൽകിയിട്ടുണ്ട് അല്ലെ? അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഉള്ളത്. അപ്പൊ എന്താക്കുക, ഇത് കഴിഞ്ഞതൊക്കെ പൊട്ടു. ഇനിയുള്ള ഉംറക്ക് മുമ്പുള്ള ജീവിതം വേറെ, ആഫ്റ്റർ ഉംറ, ബിഫോർ ഉംറ. ആഫ്റ്റർ ഉംറ, ബിഫോർ ഉംറ. ഉംറക്ക് മുമ്പ്, ഉംറക്ക് ശേഷം. ഇങ്ങനെ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ മാറണം. അയക്കാൻ ഞാൻ പറയുന്നത് ഉംറക്ക് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ പൊരുത്തപ്പെടിക്കല്, മനസ്സിലായില്ല? പൊരുത്തപ്പെടിക്കല്, അതുപോലെ ഹൈറിനെ തേടുന്ന നിസ്കാരം. അങ്ങനെ നിയത്ത് വെച്ചാൽ മതി. ഹൈറിനെ തേടുന്ന 2 റക്അത്ത് അല്ലാഹു തആല കഴിഞ്ഞ സ്കരിക്കുന്നു. ഹൈർ തേടേണ്ടവൻ അല്ലാഹു. എന്താണ് ഹൈർ? നല്ല ഭാഗങ്ങൾ ചെയ്യാൻ, ചെയ്തു വന്ന് നല്ല നിലയ്ക്ക് ജീവിക്കാൻ. ഇതന്നെ ഹൈർ. ഇത് തേടണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് ചെയ്യണം. അതുകൊണ്ട് പൊരുത്തപ്പെടിക്കണം. അതേപോലെ തന്നെ യാത്ര നമ്മൾ പോവലാണ്. യാത്രക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തുണ്ട്, അത് നിസ്കരിക്കാം. അപ്പൊ ഇത്തരം വിഷയങ്ങളിലേക്ക് ഞാൻ ഇപ്പൊ ടച്ച് ചെയ്യുന്ന അർജന്റായിട്ട് പോകാനുള്ളത് കൊണ്ട് ഉസ്താദ് വന്നിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളെ കൂടെ നമ്മളുണ്ടാവും. പിന്നെന്താണ്, എല്ലാ സമയത്തും വിഷയങ്ങളൊക്കെ പറഞ്ഞു തരും. ഒന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ, ഇഹ്റാം കൊണ്ട് ഹറാമായ കാര്യങ്ങളും, അതുപോലെ തന്നെ ഇഹ്റാമിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളും, അതുപോലെ തവാഫ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതൊക്കെ ഉസ്താദ് ഇൻഷാ അല്ലാഹ് ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങൾ, അതേപോലെ തന്നെ മറ്റ് സന്ദർശന കേന്ദ്രങ്ങളും, ആ വിഷയങ്ങളൊക്കെ ടച്ച് ചെയ്ത് ഇൻഷാ അല്ലാഹ് ഉസ്താദ് പറയും. അല്ലാഹു നമുക്ക് റാഹത്തായ നിലയ്ക്ക് പോയി തിരിച്ചു വരാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഈ അവസരം നമുക്ക് അല്ലാഹു വലിയ ഭാഗ്യമായിട്ടാണ് നൽകിയത്. ഇത് എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമല്ല എന്ന് വളരെ വ്യക്തമായി ഞാൻ മനസ്സിലാക്കണം. വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. എന്താ, ഈ ഹറമിനടുത്ത് താമസിക്കുന്ന ഒരു അറബി, സാധാരണ പിന്നെ ഉസ്താദ്മാര് ക്ലാസ്സിലൊക്കെ പറയുന്നത്, ഹറമിനടുത്ത് താമസിക്കുന്ന ഒരു അറബി, അയാൾക്ക് ദിവസം കോടികളാണ് സമ്പാദ്യം. ഇത്ര കോടികൾ. ഹറമിനടുത്താണ് അയാൾ ഇതുവരെ ഹജ്ജ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. എന്തേ? തൗഫീഖ് ഇല്ലായ്മയാണ്. അപ്പൊ ഈ തൗഫീഖ് എത്ര പേര് നമുക്ക് തൗഫീഖ് തന്നിട്ട് അയാൾ എന്താ അറിയോ, ഹജ്ജിന്റെ ദിവസം ടിവിയിലേക്ക് സ്ക്രീനിലേക്ക് നോക്കിയിട്ട് എന്ത് തിരക്കാട് മരിച്ചു എന്നറിയുന്നത്. അങ്ങനെ ബിസിനസ് കൊടുക്കായി പോയി. ആ പൈസ ഉണ്ടാവലല്ല കാര്യം, അള്ളാഹു തൗഫീഖ് നൽകാനാണ്. ആ ഒരു വലിയ തൗഫീഖാണ് ഇപ്പോൾ നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത്. ആ തൗഫീഖ് വേണ്ട നിലയ്ക്ക് നാം ഉപയോഗപ്പെടുത്തി ഇൻഷാ അല്ലാഹ് നമ്മൾ മുന്നോട്ട് പോകണം. അള്ളാഹു നമുക്ക് റാഹത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് മറ്റു വിഷയങ്ങളൊക്കെ ഉസ്താദ് നിങ്ങളോട് സൂചിപ്പിക്കും. ഇൻഷാ അല്ലാഹ് കുറച്ച് തിരക്കുള്ളത് കൊണ്ടാണ് ഇപ്പോൾ പോകുന്നതൊക്കെ ക്ഷമിക്കണം. എന്താ പറഞ്ഞാല് പാസ്പോർട്ട് കൊടുത്തിട്ട് പിന്നെ വൈഫിന്റെ പേരിൽ കുറച്ച് ഡിലേ ആയിട്ട് ഇന്ന് കിട്ടും, എത്തിയിട്ടുണ്ട് പോസ്റ്റ് ഓഫീസിലേക്ക്. അപ്പൊ ഇന്ന് ഉച്ചവരെ ഇതുള്ളൂ, പോസ്റ്റ്മാൻ ഉണ്ടാവുമല്ലോ, അവർക്ക് വാങ്ങാൻ രക്ഷയില്ല. അപ്പൊ വിസ അടിക്കാൻ കൊടുക്കണമല്ലോ, നിങ്ങളെ കൂടെ വരണല്ലോ, നമുക്ക് റാഹത്തായ കാര്യങ്ങൾ ചെയ്യണമല്ലോ. അപ്പൊ അതിന് നമുക്ക് പിന്നെ പോയേ പറ്റുള്ളൂ എന്നൊരു വിഷയങ്ങളോട് തൽക്കാലം നമ്മൾ ഇപ്പം ഇവിടെ വാങ്ങുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റ് യാത്രയിൽ എല്ലാ വിഷയത്തിലും
നിങ്ങളെ കൂടെ ഉണ്ടാകും. നിങ്ങളും നമ്മുടെ കൂടെ എല്ലാ വിഷയത്തിലും സപ്പോർട്ട് ചെയ്ത് നമുക്ക് വളരെ റാഹത്തായ നിലയ്ക്ക് കാര്യങ്ങൾ ചെയ്യാം. ഒരു കാര്യം കൊണ്ട് ഉണർത്തുന്നു, നമ്മൾ പിന്നെ ഹറമുകൾ ലക്ഷ്യം വെച്ചിട്ടാണ് പോകുന്നത്. നെക്സ്റ്റ് പിന്നെ മുദ്രവിധങ്ങൾ ലക്ഷ്യം വെച്ചിട്ടാണല്ല പോകുന്നത്. അപ്പോൾ ഇന്ന് മുതൽ തന്നെ സലാത്തുകൾ ധാരാളം ചെയ്യാം. നമുക്ക് അവിടെ പോയിട്ട് ഹജ്ജ് ചെയ്യാം. ഒരു കണക്ക് വെച്ച് നമുക്ക് ഒന്നിച്ചു പോയിട്ട് മുദ്രവിധങ്ങൾ ഏൽപ്പിക്കാം. നമ്മുടെ ഗ്രൂപ്പിന്റെ 1 ലക്ഷം സലാത്ത 10 ലക്ഷം സലാത്ത ചെല്ലാലാവും. അപ്പോൾ നിങ്ങൾ ഇന്ന് മുതൽ സലാത്ത് ധാരാളമായി തുടങ്ങിക്കോളാം. ആ എണ്ണം നമുക്ക് അവിടെ തന്നെ തന്നെ നമുക്ക് മുദ്രവിധങ്ങളെ ഏൽപ്പിക്കാം. നമുക്ക് ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് മുദ്രവിധങ്ങളോട് തീർച്ചയായും തങ്ങളല്ലാതെ തിരുന്നാളില്ല. അത് ലളിതങ്ങളെന്നെ പറഞ്ഞതാണ്. ഒരു കാര്യം ഒരാൾക്ക് കിട്ടണമെങ്കിൽ ലളിതങ്ങൾ ഇടപെട്ടേ പറ്റുള്ളൂ. അപ്പോൾ നമുക്കെല്ലാം കിട്ടാൻ ഈ നമ്മുടെ എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും ഈ യാത്ര തിരിച്ചു കയറുന്നവരോട് കൂടി എല്ലാം റാഹത്താവണം. നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദുആ വസിയത്തോടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും പരസ്പരം ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണം. ആഫിയത്ത് വളരെ മുഖ്യമാണ്. അള്ളാഹു എല്ലാവരും വളരെ നന്നായി കാര്യങ്ങൾ ചെയ്ത് തിരിച്ചു വരാൻ ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മുടെ ഈ വേദിയിൽ ആലിറ ഫാമിലി അധ്യക്ഷനായ ആലിറ പവിലൂസ് പവിൽ ഇവിടെ നമ്മുടെ വേദിയിലുണ്ട്. പവിലിന് ഞാൻ 1000 സ്വാഗതം എൻസിറ്റി വകയായി എൻ്റെ വകയായി 1000 സ്വാഗതം ആശംസിച്ചുകൊണ്ടേയും ഇൻഷാ അല്ലാഹ് അടുത്തത് രണ്ട് ആശംസകളെയും നിർമ്മാജിക്കുകയും ക്ഷണിച്ചുകൊണ്ട് അലങ്കരിച്ച 2 ഉസ്താദുമാരെ, നമ്മുടെ കുടുംബത്തിൻ്റെ അധ്യക്ഷനായ രവി, മറ്റേ അനീഫ്, ഇവിടെ വന്ന് ചേർന്ന ഉമ്ര ആചാര്യരുടെ ജ്യേഷ്ഠ രഞ്ജന്മാരെ, ഇതൊരു സംഭവം വിചാരിച്ച പോലെ എന്തെല്ലോ നടത്തും ആൾക്കാർ. പല മീറ്റിംഗും നടത്തും, പല കാര്യങ്ങൾ നടത്തും. പക്ഷേ ഇത് നടത്താൻ ആർക്കും സാധിക്കില്ല. ഇത് നടത്തേണ്ടിയിരിക്കുന്നത് അള്ളാഹുവിൻ്റെ ഏകലാണ്, അതിൻ്റെ പ്രതിഫലം വേണം. പിന്നെ ഇതിലുള്ളവരെല്ലാം പൈസക്കാരല്ല, അവരെ പ്രതിഫലം കൊണ്ട് പോയവരാണ്. ഞാനും എങ്ങനെ അച്ഛന് പോകുന്ന സമയത്തിൽ താജുലും എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറ്റപ്പുറയിൽ എനിക്ക് ആ പരയിൽ ഇരുന്നിട്ട് മൂപ്പർ പറഞ്ഞ് അജിനോടാണ് ഞാൻ പറഞ്ഞ എനിക്കൊരു കഴിവില്ല, പോണാന്ന് പറഞ്ഞു. ഞാൻ പോയത് പറയില്ല, വന്നത് പറയില്ല, അജിന് പോയിട്ട് വന്നത്. അങ്ങനെ ഇവർക്കെല്ലാം അള്ളാഹുവിൻ്റെ വിവാഹം കൊണ്ടാണ് പോകാനുള്ളൊരു ഭാഗ്യം കിട്ടിയത്. ആ ഭാഗ്യത്തിനെ അമ്മ ഉപയോഗിച്ച് പോകുന്ന നേരെ പോകുമ്പോൾ സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പിക്ക് തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പനോട് പ്രാർത്ഥിക്കുന്നത്. പിന്നെ വേറെ ഒന്നും നമുക്ക് തരാൻ പറ്റില്ല. അപ്പോൾ ഇന്നൊരു കാര്യം ഇങ്ങനൊരു കാര്യം നടത്താനും LCT-യിലെ കേരളത്തിൽ ഇങ്ങനെ കുറേ ആൾ പോകുന്നുണ്ട്, പോയിക്കൊണ്ട് വന്നുകൊണ്ടെല്ലാം ഉണ്ട്. അവർ പോയാലും വലിയ വിഷമമൊന്നും ഉണ്ടായിട്ടില്ല. അതേമാതിരി ഗൈഡ് ലൈൻസ് അമീറുമാർ രണ്ടാളും നമ്മുടെ നാട്ടിലെ ആളെന്നെ നമുക്ക് എല്ലാത്തിനും സഹായം ചെയ്യും. ഞാനും ഇതിനൊപ്പം ഉണ്ടാവും, മറ്റു സുഖം ഇല്ലെങ്കിൽ ഇതിനൊപ്പം ഉണ്ടാവും എന്നൊന്നും വിഷമം. കാരണം എന്ന് വെച്ചാൽ ഞാൻ അച്ഛന് പോകുന്ന സമയത്ത് കൊടുക്കുന്ന 63 ആൾക്കാരുണ്ടായിരുന്നു. ആൾക്കാരുടെ ഒരു വിഷയം പറയാം. 42 ദിവസവും എൻ്റെ അപ്പുറം കുഞ്ഞുട്ടി ആജി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. ആ ആജി ഞങ്ങളൊക്കെ ഇതുപറ്റി എപ്പോഴും എല്ലാ റൂമിലേക്കും വരും, വന്നിട്ട് സാധനം ഒരു കുടിക്കുന്നിട്ട് ആ മൂപ്പറിന് വല്ലാതെ വിഷമായി പോയിട്ട് സൂക്കടായിട്ട് എന്തോ 300 ആളെ പൊളിക്കുകയാണ് മക്കത്തുള്ള കുഞ്ഞിട്ട് എല്ലാ സ്വത്തും മുതൽ എല്ലാവർക്കായി. അപ്പോൾ അവർക്ക് ആഫിയത്ത് കൊടുക്കാനെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും കൂടി ദുആരിക്കണം. കാരണം തന്നെ ഞങ്ങൾ ഒരു ദിവസത്തേക്ക് അനങ്ങാൻ കൂടിയിട്ട് എൻ്റെ ഭാര്യയോട് ഇതിൻ്റെ കൊണ്ടുവന്ന് നമ്മളെ പാത്രത്തിൽ വെച്ചിട്ട് തിന്നാൻ തരും. അങ്ങനത്തെ ഒരു മനുഷ്യന് അള്ളാഹു കൊടുത്തൊരു പനിഷ്മെൻ്റായി ഞങ്ങൾ ദുആരിക്കണം. അതേപോലെ ഇപ്പോൾ എല്ലാവർക്കും ആർക്കും ഒരു വിഷമമില്ലാണ്ട് സൂക്കടിയില്ലാണ്ട് സന്തോഷത്തിൽ വരാനും നമുക്കെല്ലാം തിരിച്ചു വരാനും നമ്മുടെ കുടുംബത്തിനെ കാണാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ആമീൻ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ 2 വാക്കുകൾ
അപ്പോൾ ഇൻഷാല്ലാ അവസാനം നമ്മുടെ ക്ലാസ് ആരംഭിക്കുക പോയാണ്. നമ്മൾ ക്ലാസ് എടുക്കാൻ വേണ്ടി ഉസ്താദുകളുടെ ഹാർദവമായി ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأتموا الحج والعمرة لله. صدق الله العلي العظيم. قال النبي صلى الله عليه وسلم: العمرة إلى العمرة كفارة لما بينهما. ആദരണീയരായ ഉസ്താദ്, അതുപോലെ തന്നെ NCT ഭാരവാഹികൾ, അതുപോലെ അള്ളാഹുവിൻ്റെ അതിഥികളായി ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനാത്തുകൾ, അതുപോലെ സാമൂഹിക പ്രവർത്തകൻ ആയിട്ടാണ് ഞാൻ അറിയപ്പെട്ടത്, പവി സാഹിബ്. അള്ളാഹു എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട നിങ്ങളുടെ അമീർ ഉസ്താദ് പറഞ്ഞതുപോലെ അള്ളാഹു നമുക്ക് ഏറ്റവും വലിയ ഭാഗ്യമാണ് തന്നിരിക്കുന്നത്. കൂട്ടത്തിൽ നമ്മുടെ ഉസ്താദ് ഉണ്ടാകും, അതുപോലെ NCTയുടെ പ്രമുഖൻ ഹനീഫ് ഉണ്ടാകും, അതുപോലെ 1, 2, 3 ഹജ്ജുകളും ഉംറകളും ചെയ്ത ബഹുമാനപ്പെട്ട നമ്മുടെ കാരണവരായ അബൂബക്കറും നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. ഇൻഷാ അല്ലാഹ് ഏകദേശം 30 ആളുകളാണ് നിങ്ങൾ ഒന്നിച്ച് ഉംറയ്ക്ക് പോകുന്നത്. ഞാനും ഈ NCTയിൽ ഒരുപാട് പ്രാവശ്യം ഉംറയ്ക്ക് പോയ ആളാണ്. ഇപ്പോൾ സ്വന്തമായി തന്നെ തുടങ്ങിയത് കൊണ്ട് അല്പം മാറി നിന്നു എന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് നമ്മുടെ യാത്ര 21-ാം തീയതിയാണ് വിരാജ്പേട്ടയിൽ നിന്ന് പുറപ്പെടുന്നത്. 22-ാം തീയതി, അതായത് അന്ന് തന്നെ രാത്രി 12:35 ഫ്ലൈറ്റ്. തിരിച്ച് 5-ാം തീയതിയാണ് നാട്ടിലേക്ക് എത്തുന്നത്. അൽഹംദുലില്ലാഹ് നമ്മുടെ NCTയെ സംബന്ധിച്ചിടത്തോളം അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് വിശദീകരിച്ച് തരേണ്ട ആവശ്യമില്ല. എന്നെക്കാളും കൂടുതൽ നിങ്ങൾക്ക് അറിയുന്നതാണ് മൊയ്തുക്കയെയും അതുപോലെ തന്നെ NCT ട്രാവൽസിനെ സംബന്ധിച്ച്. നേരത്തെ ട്രാവൽസിൻ്റെ ആൾ ഹനീഫ പറഞ്ഞതുപോലെ മുമ്പ് ചില എയർലൈനിൻ്റെ ചില പ്രശ്നങ്ങൾ ഉണ്ടായതുപോലെ അത് പലപ്പോഴും പല ഗ്രൂപ്പുകളും അനുഭവപ്പെടാറുണ്ട്. എന്നാൽ ഈ തവണ അതൊന്നുമില്ലാതെ ട്രാവൽസിൻ്റെ ആളും നമ്മൾ ഒന്നിച്ചുണ്ടാകും. അതുപോലെ നമ്മുടെ അമീറും നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. വേണ്ടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് പരിഹാരം അതാത് സമയത്ത് അവർ ഉണ്ടാക്കി തരുമെന്നുള്ള ഉറപ്പും നമ്മുടെ ട്രാവൽസ് ഏജൻസി തന്നിട്ടുണ്ട്. പിന്നെ ട്രാവൽ സംബന്ധമായ പല പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടാകും സാധാരണ. അതായത് എയർലൈനിലെ പ്രശ്നം കൊണ്ട് ഫ്ലൈറ്റ് ഡിലേ ആവുക, അതല്ലെങ്കിൽ ഫ്ലൈറ്റ് ക്യാൻസൽ ആവുക തുടങ്ങിയിട്ടുള്ളത് എയർലൈനിൻ്റെ ഭാഗത്തുണ്ടാകുന്ന അബദ്ധങ്ങളാണ്.
അത് ഉടൻ തന്നെ ട്രാവൽ ഏജൻസികൾ ബന്ധപ്പെട്ട് പരിഹരിക്കുകയും ചെയ്യും. മുമ്പ് പരിഹരിച്ച് എല്ലാവരെയും നാട്ടിലെത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ യാത്ര അള്ളാഹുവിൻ്റെ അതിഥികളായി അള്ളാഹു ക്ഷണിച്ചതുകൊണ്ട് നേരത്തെ അജിക പറഞ്ഞതുപോലെ എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല ഹജ്ജും ഉംറയും. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഒരുപാട് മുതലാളികൾ ഇന്നും മക്കയിലും മദീനയിലും പോകാത്തവരാണ്. അതേ സ്ഥാനത്ത് ഞാൻ ഏകദേശം ഒരു 24-25 കൊല്ലമായി മക്കയിൽ ഖത്തീബായി ടൗൺ പള്ളിയിൽ ജോലി ചെയ്തു. ഇപ്പോഴാണ് ഉംറയുടെ ഒരു തിരക്ക് കൂടിയത് കൊണ്ട് ഞാൻ ആ ജോലി വിരമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉംറ മാത്രമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് മൊയ്തുക്കയുടെ കൂടെ NCT തന്നെ ഉംറക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുമുണ്ട്. ഇന്ന് രാവിലെ മൊയ്തുക്ക വിളിച്ചപ്പോൾ വേണ്ടതുപോലെ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടതുപോലെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാമെന്ന് മൊയ്തുക്ക പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് മുമ്പോട്ടുള്ള തീരുമാനം അങ്ങനെയായിരിക്കും നിങ്ങൾ അറിയിക്കുന്നതോടൊപ്പം ഈ 25ഓളം കൊല്ലം ജോലി ചെയ്ത സ്ഥലത്ത് ഒരുപാട് മുതലാളിമാരുണ്ടായിട്ടും ഇന്നുവരെ ഉംറക്കോ ഹജ്ജിനോ പോകാൻ കഴിയാത്തവർ, പാസ്പോർട്ട് വരെ ഇന്നുവരെ ആകാത്തവരുണ്ട്. അതേ സ്ഥാനത്ത് ഏകദേശം ഒരു 4-5 കൊല്ലം മുമ്പ് നമ്മുടെ ഇതേ NCT തന്നെ ഞാൻ അമീറായി പോകുന്ന സമയത്ത് ഒരു പെണ്ണുങ്ങളുണ്ടായിരുന്നു. ഉംറ ജാനകി എന്ന് പറഞ്ഞിട്ടൊരു ഡബ്ബയിൽ എഴുതി വെച്ചിട്ട് അതിലേക്ക് പൈസ ഇട്ട് വെച്ച് ഏകദേശം 67,000 രൂപയോളം ഡബ്ബി അടക്കം എടുത്തിട്ട് എൻ്റെ പള്ളിയിലേക്ക് പറയുമ്പോൾ കണ്ടെന്ന് വെള്ളം വരും പള്ളിയിലേക്ക് എടുത്തു വന്നു. അത് തോർത്തി വെളുപ്പിക്കാൻ വേണ്ടി ഒരു തോർത്തിലേക്ക് അറുത്തിട്ടുണ്ട്. ആ പൈസ തോർത്തി വെളുപ്പിക്കാൻ വേണ്ടി. അപ്പം അങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ട് ഉംറയ്ക്ക് വന്നപ്പോൾ ഞാൻ ഈ അമ്മക്കെ വിളിച്ച് പറഞ്ഞു. വീട്ടിൽ പോയി നോക്കുമ്പോൾ ആ വീട് ഒരു റൂമാണ്, വാടക കൊടുക്കാനില്ലാതെ. പിന്നെ ഒരാൾ വെറുതെ കൊടുത്തുള്ളൂ. അതിനുള്ളിൽ ഒരു സെൻറ്ററിലൊരു ഇതുപോലെ തന്നെ ഒരു ഇരുമ്പ് ഒരു വടി വെച്ചിട്ട് അതിൻ്റെ മേലെ പ്ലാസ്റ്റിക് ഇട്ടിട്ട് റൂമിൻ്റെ ഉള്ളിൽ പ്ലാസ്റ്റിക് ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് വെള്ളം ചോരുന്നതിന് വേണ്ടിയിട്ട് കിടക്കുന്ന ഒരു സ്ഥിതി. ഈ ഫോട്ടോ അടക്കമെടുത്ത് മൊയ്തുക്കാർക്ക് അയച്ചു കൊടുത്തു. മൊയ്തുക്ക ഞാൻ പറഞ്ഞു മൊയ്തുക്കാനോട്, മൊയ്തുക്ക അന്ന് 85,000 രൂപയാണ് ഉംറയ്ക്ക് ചാർജ്. ഈ പെണ്ണുങ്ങളടുത്ത് പൈസ എത്ര പൈസയാണ്, ഉംറയ്ക്ക് എന്ത് ചെയ്യണം, അവസ്ഥ എങ്ങനെയാണ്? ഉംറയ്ക്ക് പോകാൻ വേണ്ടി വല്ലാത്ത ആഗ്രഹമുണ്ട്. ഇത് ഉംറയ്ക്ക് പോകാനാണെന്ന് പറഞ്ഞ് ഡബ്ബി അടക്കമെടുത്ത് കൊണ്ടു തന്നത്. അങ്ങനെ ആ ഡബ്ബി തുറന്ന് നോക്കിയപ്പോൾ 67,000 മാത്രമേ ഉള്ളത്. ബാക്കി എന്ത് ചെയ്യും മൊയ്തുക്കാന്ന് പറഞ്ഞു. മൊയ്തുക്ക പറഞ്ഞു ആ പെണ്ണുങ്ങൾ എന്തായാലും ഇപ്പോൾ കൊണ്ടുപോയേ പറ്റുള്ളൂ. ആ പെണ്ണുങ്ങൾ എത്ര ഉംറ ചെയ്ത് ആ ഉംറക്കുള്ള ക്യാഷ്, അതുപോലെ തന്നെ ആ പെണ്ണുങ്ങൾക്ക് ഈത്തപ്പഴങ്ങളും മറ്റു ബന്ധങ്ങളും വാങ്ങിക്കൊടുക്കണം. അത് നമ്മൾ ഏറ്റെടുത്തേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് ആ പെണ്ണുങ്ങളെ കൂടി കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. ഇത് പറഞ്ഞു വരാൻ കാരണം പൈസ ഉള്ളത് കൊണ്ട് എത്തുന്ന കാര്യമല്ല ഈ ഹജ്ജും ഉംറയും. അത് മഹാഭാഗ്യമാണ്. ഒന്നാമതായി നമ്മുടെ മനസ്സിൽ അതിയായ ആഗ്രഹം ഉണ്ടാവുക. ഈ ആഗ്രഹം പൂർത്തിയാക്കി തരുന്നവൻ അള്ളാഹുവിനോട് പല തവണകളായി ചോദിക്കുമ്പോൾ, പടച്ചോനെ എത്രയോ കാലങ്ങളായി ചെവി മുളച്ചത് മുതൽ ബുദ്ധി മുളച്ചത് മുതൽ ഞാൻ നിസ്കരിക്കുന്ന സമയത്ത് പലരിൽ നിന്നും കേട്ടതാണ് ഉസല്ലി ഫർദ സ്വലാത്തുൽ ളുഹരി അർബഅ റകഅത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലതി അദാലില്ലാഹി. ഖിബ്ലയിലേക്ക് മുന്നിട്ടുകൊണ്ട് അള്ളാഹുവിലേക്ക് എൻ്റെ മുഖം മുന്നിടിച്ച് ഞാൻ നിസ്കരിക്കുന്നു എന്ന് ദിവസങ്ങളായി, കാലങ്ങളായി, കൊല്ലങ്ങളായി പറഞ്ഞു വരുന്ന, നിയത്ത് ചെയ്തു വരുന്ന നാം നമ്മുടെ നേർ കണ്ണുകൊണ്ട് ആ വിശുദ്ധമായ കഅബ ശരീഫിനെ കാണാൻ വേണ്ടി നാം ആഗ്രഹിക്കുകയും ആ ആഗ്രഹം അള്ളാഹു സഫലീകരിക്കുകയും എന്നിട്ട് ആ വിശുദ്ധമായ കഅബ ശരീഫ് നമ്മുടെ കണ്ണുകൊണ്ട് കാണുകയും ചെയ്യുകയാണ് നാം ചെയ്യുന്നത്. അത്രക്കും മഹത്തായ ഒരു സംഗതിയാണ് ഈ ഹജ്ജ് ഉംറ എന്ന് പറയുന്ന കാര്യം. അത് ഒന്നാമതായി നമുക്ക് അത്യാഗ്രഹം ഉണ്ടാവണം. ഈ കഅബ ശരീഫ് ഒന്ന് കാണണം, ഹബീബായ മുത്തുനബിയെ ഒന്ന് സിയാറത്ത് ചെയ്യണം. ഈ ഉദ്ദേശം നമ്മുടെ മനസ്സിൽ അതിയായി ഉണ്ടായിക്കൊണ്ടിരിക്കണം. നിരന്തരം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള വഴികൾ തുറന്നു തരും. ഇന്ന് നമ്മളൊന്നിച്ച് വരുന്ന ആളുകൾ അധികം വളരെ പാവങ്ങളാണ്. ഏതെല്ലോ നിലയ്ക്ക് ഒന്നിരിക്കുന്ന മക്കൾ, മരുമക്കൾ, ജ്യേഷ്ഠാനുജന്മാർ ഇങ്ങനെ പലരും കൂടി കൊടുത്ത് സ്വരൂപിച്ചിട്ടാണ് ഉംറക്കും മറ്റും വരുന്നത്. അവരുടെ ആഗ്രഹമെല്ലാം അള്ളാഹു സഫലീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ഏതായാലും അത്രക്കും ഒരു മഹത്തായ കാര്യത്തിന് വേണ്ടിയാണ് നാം എല്ലാവരും ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. അള്ളാഹു നമ്മുടെ യാത്രകളും നമ്മുടെ മറ്റ് എല്ലാ കാര്യങ്ങളും അള്ളാഹു നല്ല എളുപ്പത്തിലും റാഹത്തിലും സന്തോഷത്തിലുമാക്കി തരുമാറാവട്ടെ.
അള്ളാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെടുന്ന നിലക്ക് ഹബീബായ മുത്തുനബി ഇഷ്ടപ്പെടുന്ന നിലക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു ആക്കി തീരുമാറാവട്ടെ. ഇനി യാത്ര 21-ന് പുറപ്പെടുന്ന നാം നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ പുറപ്പെടുന്ന നാം ആദ്യമായി ചെയ്യേണ്ടത് ഉംറയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ തന്നെ കൂടി ആലോചന നല്ലവരുമായി സാലിഹ്യങ്ങളുമായി നമ്മുടെ മുമ്പ് ഉംറയോ മറ്റ് ഹജ്ജ് കർമ്മങ്ങളോ ചെയ്ത ആളുകളുമായി ഒരു കൂടിയാലോചന നടത്തുക. അത് നാം എല്ലാം നടത്തിയതിന് ശേഷമാണ് ഈ ഒരു തീരുമാനത്തിലെത്തി എന്നുള്ള പണവും മറ്റും നാം അടച്ചു കഴിഞ്ഞു. ഇസ്തിഖാറത്ത് നേരത്തെ പറഞ്ഞ ഇസ്തിഖാറത്തിന്റെ നിസ്കാരം അത് ഉംറയ്ക്കും ഹജ്ജിന് വേണ്ടി ഇറങ്ങുന്നതിന് മുമ്പുള്ള നിസ്കാരമാണ് ഇസ്തിഖാറത്തിന്റെ നിസ്കാരം. അതെല്ലാം നാം ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ഏർപ്പാടിലേക്ക് നാം ഇറങ്ങിയിട്ടുള്ളത്. ഇനി നാം ചെയ്യേണ്ടത് പോകാനുള്ള ഒരുക്കം. ഒരുങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ട്രാവൽസ് നല്ല വലിയൊരു ബാഗും അതുപോലെ തന്നെ ചെറിയൊരു ഹാൻഡ് ബാഗും നമ്മുടെ കയ്യിൽ തരും. പോകുന്നതിന് മുമ്പ് ആരോഗ്യ പ്രശ്നമുള്ളവർ, നിത്യമായി മരുന്നും മറ്റും കഴിക്കുന്നവർ ആദ്യമായി ചെയ്യേണ്ടത് 15 ദിവസമാണ് നമ്മുടെ യാത്ര. ഏകദേശം ഒരു 16-17 ദിവസത്തേക്കുള്ള ടാബ്ലറ്റുകൾ, അതിനുള്ള മരുന്നുകൾ നാം മെഡിക്കലിൽ നിന്നോ അതല്ലെങ്കിൽ ഡോക്ടറെ കണ്ടുകൊണ്ടോ വാങ്ങിയിട്ട് അതിൻ്റെ സ്ലിപ്പ് നമ്മുടെ കയ്യിൽ കരുതണം. മനസ്സിലായില്ല? ഏത് ഡോക്ടറോ പ്രശ്നം മെഡിക്കലിൻ്റെ സ്ലിപ്പ് മതി. നിത്യമായി കഴിക്കുന്ന മരുന്നുകൾ ഒരിക്കലും ഒരാൾ മറന്നു പോകാൻ പാടില്ല. നിത്യമായി കഴിക്കുന്ന മരുന്നുകൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല, അത് എടുക്കണം. അതുപോലെ തന്നെ സാധാരണയായി പനി, തലവേദന, ചുമ, ജലദോഷം, വയറിളക്കം, അതുപോലെ വോമിറ്റിംഗ്, ഛർദ്ദിക്കുന്നതിനുള്ളതെല്ലാം അത്യാവശ്യമുള്ള മരുന്ന് കുറച്ച് അത്യാവശ്യമുള്ള എല്ലാവർക്കും മരുന്ന് നല്ലതാണ്. പിന്നെ മദീനയിലെ നല്ല തണുപ്പാണ്, അതിനകത്ത് മക്കത്തോ തണുപ്പ് തുടങ്ങുന്നുണ്ട്. പിന്നെ അപ്പോൾ മരുന്നുകൾ പ്രത്യേകം ശ്രദ്ധിച്ച് എല്ലാവരും വാങ്ങി വെക്കുക. നല്ല ആരോഗ്യമുള്ളവരായാലും പനിക്കുള്ളത് ആരോട് ചോദിക്കേണ്ട ഒരു അവസ്ഥയിലാണ്. പനി പോലത്തെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഈ ആവശ്യങ്ങൾക്ക് സാധാരണ ഉണ്ടാവാറുള്ള രോഗങ്ങൾക്കുള്ള മരുന്നുകൾ ഒരു അല്പം എല്ലാവരും കരുതി വയ്ക്കുക. എല്ലാവരും അതോടുകൂടി പിന്നെ നാം ചെയ്യേണ്ടത് നമുക്കുള്ള ഡ്രസ്സുകളാണ്. ഡ്രസ്സ് ആണുങ്ങൾക്കാവുമ്പോൾ 2 ജോഡി ഇഹ്റാമിൻ്റെ ഡ്രസ്സ്, പിന്നെ ചെരുപ്പുകൾ. സ്ത്രീകളാകുമ്പോൾ ഒരു 2-3 ബുർക്ക. ഈ ബുർക്കയിലൊന്ന് മടക്കി പിടിക്കുന്നത് നല്ലതാണ്. കാരണം ചവിട്ടി വലിക്കുന്നതിന് വേണ്ടി നല്ല തിരക്കുള്ള സമയമാണ്. ചെറിയ തിരക്കൊന്നുമല്ല ഇപ്പോൾ ഉള്ളത്. നേരത്തെ ഇപ്പോൾ ഉസ്താദ് പറഞ്ഞതുപോലെ നല്ല എളുപ്പത്തിൽ കഴിയുന്ന കാര്യമാണ്. 4 ഫർദുകളേ ഉള്ളൂ. ഉസ്താദിന് 14 ഫർദുകളുണ്ട്. ഉംറക്ക് എത്രയേ ഉള്ളൂ? 4 ഫർദുകളേ ഉള്ളൂ. നിസ്കാരം 4 മിനിറ്റ് കഴിയും. ഈ ഉംറ ഏകദേശം ആദ്യത്തെ ഉംറ കഴിയണമെങ്കിൽ 4 മണിക്കൂറിൻ്റെ മേലോട്ട് വേണം. തിരക്കൊന്നും ഇല്ലെങ്കിൽ നല്ല തിരക്കുള്ള സമയമാണ്. അത്രക്കും തിരക്കില്ല, ചെറിയ തിരക്കൊന്നും നല്ല പ്രയാസമുണ്ട്. നല്ല സുഖമൊക്കെ ആരും പോയി ഉംറക്കോ അച്ഛനോ പോകുമ്പോൾ നല്ല സുഖമാണ്, നല്ല ഈസിയാണെന്ന് പറഞ്ഞാൽ ആരും പോകണ്ട. നേരത്തെ ഉസ്താദ് പറഞ്ഞ അത്ര എളുപ്പമെന്നുള്ള കാര്യമല്ല ഉസ്താദ് പറഞ്ഞത്. നിസ്കാരം പോലെ ചൊല്ലല് നിർബന്ധമായ ഒന്നും ഉംറയും ഹജ്ജിനും ഇല്ലാന്നേ ഉള്ളൂ. ചൊല്ലല് നിർബന്ധമായ ഒന്നും ഇല്ല, വെറും കർമ്മം മാത്രമാണ്. നിസ്കാരമാകുമ്പോൾ ഫാത്തിഹ നിർബന്ധമാണ്, തഹിയ്യാത്ത്, പിന്നെ അതുപോലെ സലാം ഇതെല്ലാം നിർബന്ധമായ കാര്യമാണ്. അതിൽ പലരും നിർബന്ധമുണ്ട്. ഈ ഉംറ ഹജ്ജ് എന്നുള്ളത് നമ്മൾ ചൊല്ലല് നിർബന്ധമായ ഒന്നും ഇല്ല. ആരോഗ്യമുണ്ട്, പണവുമുണ്ട്, ഈമാനുമുണ്ട്, ആർക്കും ചെയ്യാൻ പറ്റിയ കാര്യമാണ് ഉംറ എന്ന് വെച്ചിട്ട് എളുപ്പമല്ല, നല്ല പ്രയാസമാണ്. നല്ല സൗകര്യമാണ്. ആദ്യമായി വേണ്ട സൗകര്യമാണ്, ക്ഷമമാണ്. ഇപ്പോൾ കൂട്ടിക്കൊണ്ട് സാധാരണ നമുക്കറിയാം 50 ആളുകളുണ്ട്. ഈ 50 ആൾ 50 സ്വഭാവക്കാരായി. ആ എല്ലാ സ്വഭാവക്കാർക്കും അമീറാക്കിനെ കിട്ടുന്നു. എന്നാലേ നിങ്ങൾ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. ഒത്തുവരണം. 50 ആളുകൾ ഒത്തുവരുന്ന സ്വഭാവമായിരിക്കും. അത് വേണ്ടതുപോലെ ചെയ്തതിന് എന്ത് വിഷമങ്ങളും പ്രയാസമുണ്ടെങ്കിൽ അരീഫിനാണ് ഉണ്ടാകും. പുസ്തകം പുതിയ ആളായിരിക്കും, അരീഫിനായ പരിചയമായിരിക്കും.
അലീബിനെ വേണ്ടതുപോലെ വളർത്തിയാൽ അതുപോലെ എല്ലാ സൗകര്യവും ചെയ്യുകയും കൃത്യമായി അതേ സീറ്റിൽ തന്നെ നമ്മളെ കൊണ്ടുപോയി ഇരുത്തും. ഒരു ബുദ്ധിമുട്ടും ഒരു വിഷമമായിട്ടും വേണ്ട. പിന്നെ വേറൊരു കാര്യം, പിന്നെ സാന്ദർഭികമായി ഉണർത്താനുള്ളത്, പോകുന്ന സമയത്ത് നമ്മുടെ ഹാൻഡ് ബാഗിൽ വേണം ചെറിയ മാസ്കുകൾ എടുക്കാം. കട്ടൻ ചായ കുടിക്കുന്നവർ, കാഫി കുടിക്കുന്നവരുണ്ടാവും, അതിനെടുത്താൽ നാളെ കിട്ടണമെങ്കിൽ നല്ലൊരു പൈസ കൊടുക്കണം. കടിയും ഞങ്ങൾ അത്യാവശ്യം തന്നെ സാധനങ്ങളുമാണെന്നെല്ലാം നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെടുക്കാം, അതെല്ലാം എടുക്കാം. പിന്നെ അത്യാവശ്യം കട്ടൻ ചായ, കോഫിയോ ആ സാധനമാണ് തിരിച്ചു വരുന്ന സ്ഥലത്ത് സംശയം കൊണ്ടാണ് അത് പറയാൻ അറിയേണ്ടത്. അപ്പോൾ വേണ്ടുന്ന സാധനം ഫ്ലൈറ്റിൽ തന്നെ അവരുടെ ഫ്രൂട്ട്സ്, സ്നാക്സ് എന്ത് വേണമെന്ന് അത്യാവശ്യം കൊണ്ടുപോകും. മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് ഷുഗർ ബീറ്റുള്ള ആളുകൾ ഞങ്ങളാണ് ജോലി ആറ് കാല മണിക്കൂർ ഫ്ലൈറ്റ് തന്നെ ഇരിക്കണം. വലിയ പ്രയാസം. ഇപ്പോൾ റിയാദിന്റെ വില പോയി ഇയാൾ 23,25 കിട്ടാനില്ല റിയാദ്. പത്രം കൂടിയ സാധനം. അതുപോലെ ഈ റിയാദ് പോകുമ്പോൾ റൂമിനാണ് കൂടുതൽ ഇത് പ്രയാസമുണ്ട്. കുറേ ബുദ്ധിമുട്ടായി ഇപ്പോഴത്തെ പോലെ ഇങ്ങനെ പ്രയാസം റിയാദിന്റെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ കരുതലാണ് ഏറ്റവും നല്ലത്. വീട്ടിൽ സാധനങ്ങൾ അതെല്ലാം എടുക്കുക, പ്ലേറ്റിൽ ഇരിക്കുക. ഇരുന്നതിന് ശേഷം പിന്നെ നമ്മൾ ഫുള്ള് തന്മയെ തന്നെ കേട്ടോ. എല്ലാ സമയത്തും ചെല്ലാൻ കഴിഞ്ഞോളൊന്നുമില്ല. ഇപ്പം യാത്ര ഫ്ലൈറ്റിൽ ഈ ചിന്തയൊക്കെ കൃത്യസമയത്തിന് ചെല്ലിപ്പോൾ കൊടുക്കണമെന്നല്ല. ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ വേറെ അനാവശ്യ സംസാരങ്ങളൊന്നും പാടില്ല. നമ്മൾ അള്ളാൻ്റെ അടുത്തില്ല നല്ലോണം തുറക്കുക. യാത്രയുടെ സുരക്ഷയ്ക്ക് വേണ്ടി, അതുപോലെ നമ്മുടെ വലിയ ഒഴിവാക്കി നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഉമ്മ പ്രായമുള്ള ആളുകൾ, പിന്നെ അതുപോലെ നമ്മുടെ പങ്ങന്മാർ, ഇങ്ങനെ തുടങ്ങി ആരുടെ വീട്ടിലുണ്ട് അവർക്കെല്ലാം സംരക്ഷണത്തിന് വേണ്ടി സലാമത്തിന് വേണ്ടി ഉപകാരമായിരിക്കുക. പിന്നെ തന്മേത് നിരന്തരമായി കൊണ്ടേയിരിക്കുക. ഫ്ലൈറ്റ് കയറിയതിനു ശേഷം ഫ്ലൈറ്റ് ചെല്ലുന്ന ടിക്കറ്റുകൾ സൗകര്യപ്പെട്ടാൽ ബുക്ക് നോക്കി ചെല്ലുക. സൗകര്യപ്പെട്ട പുസ്തകം പറയാൻ പറ്റുന്ന സമയമല്ല ആ സമയത്ത്. അതിനെക്കൊണ്ട് പിന്നെ ചിലപ്പോൾ അടിവായിട്ട് സീറ്റ് അപ്പുറം അപ്പുറം പുസ്തകങ്ങൾ ചിലപ്പോൾ ആണപ്പുറേക്കുള്ള ബാക്കിലായിട്ട് ചിലപ്പോൾ അങ്ങനെ പെട്ടെന്ന് പറയാൻ കഴിഞ്ഞോളന്നില്ല. അതാണ് ബുക്ക് നോക്കി വേണ്ടതുപോലെ സൗകര്യപ്പെടുന്ന പോലെ ചെയ്യുക. അറിയുന്ന വിഷയത്തിൽ ഇപ്പോൾ സാധാരണ മക്കത്തെത്തിയാലേ അതിന് മുമ്പ് ഇപ്പോൾ ഫ്ലൈറ്റിൽ 6.4 മണിക്കൂർ യാത്ര ചെയ്ത് നമ്മൾ പോയി ഇറങ്ങുന്നത് ജിദ്ദയിലാണ്. ജിദ്ദയിൽ ഇറങ്ങിയാലും അതുവരെ നമ്മുടെ പാസ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. ഫ്ലൈറ്റിലെ ക്യാബിനിൽ വെച്ചിട്ടുണ്ടാവും. അതെല്ലാം എടുക്കാൻ മറക്കരുത്. നമ്മുടെ ശരീരത്തിലിട്ട കഴുത്തിലിട്ട ID ഒരിക്കലും അത് മറന്നു പോകാൻ പാടില്ല. അവിടെ തന്നെ ഉണ്ടാവും. അതുപോലെ ആണുങ്ങളും പെണ്ണുങ്ങളും പോലുണ്ടാവും. അത് അവിടെ തന്നെ വേണം. ഇപ്പോൾ ഇറാൻ കഴിഞ്ഞ ഷൂ പറ്റൂല, പെണ്ണുങ്ങൾക്ക് പറ്റൂല. ഷൂ, സോക്സ്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇടാം. ആണുങ്ങൾ നമ്മുടെ മുമ്പാകും, കാലിൻ്റെ മുമ്പാകും കാണുന്ന ചെരുപ്പാണ് പറ്റില്ല. അതല്ലെങ്കിൽ ഏറ്റവും നല്ലത് ഹവായ ചെരുപ്പാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഫുള്ള് ഓപ്പണുള്ള ചെരുപ്പാണ്. ഷൂ ഇഹ്റാം കഴിഞ്ഞ ശേഷം ഇഹ്റാമിൽ ഒഴിവാകുന്നത് വരെ നമുക്ക് ഇത് പറ്റൂല. ഷൂസ് പറ്റൂല, ചുറ്റി തുന്നപ്പെട്ട ഒന്നും പറ്റൂല. ആണെങ്കിൽ ഏതെല്ലാം ഒരു തൊഴിൽ കൊടുക്കാൻ ഷഡ്ഡി, ബനിയൻ പോലത്തെ ഒരു സാധനം, തൊപ്പി പോലത്തെ ഒരു സാധനം അതിന് പറ്റൂല. ആണുങ്ങൾക്ക് പറ്റൂല. ഫ്ലൈറ്റിൽ നിന്നൊക്കെ തണുപ്പാകുമ്പോൾ കുത്തിപ്പോകാൻ പാടില്ല. പെണ്ണുങ്ങൾ ആണുങ്ങൾ പുതച്ച തുണിയുണ്ടല്ലോ പറയാം, ഈ തുണി കൊടുത്തു നോക്കുമ്പോൾ നല്ലോണം അത് പറ്റൂല. അപ്പോൾ ആണെന്ന് ചെയ്യാം. ഫ്ലൈറ്റിൽ നിന്ന് തണുപ്പ് പറ്റാത്തതുണ്ടോ അങ്ങനത്തെ തുറക്കാൻ പറ്റും. ചുറ്റി തുന്നപ്പെട്ട ബനിയൻ, ഷർട്ട്, കമീസ്, പിന്നെ ഓരോ സഹസ്ര സാധനമാണെന്നുണ്ട് ഇഹ്റാമിന് ശേഷം പറ്റില്ല. തണുക്കുന്നതിന് വേണ്ടി തണുക്കുന്ന ആയിക്കോട്ടുണ്ടെങ്കിൽ അതാണ് ബസ്സിലായിട്ടാണ് തണുപ്പുണ്ടെങ്കിൽ ഇഹ്റാമിന് ശേഷം ഇഹ്റാം കഴിയുന്നത് വരെ ആണുങ്ങൾക്ക് തലമറക്കാൻ പറ്റില്ല. തലമറക്കാൻ പറ്റില്ല. പിന്നെ പെണ്ണുങ്ങളിൽ മുഖം മറക്കാൻ പറ്റില്ല, മുഖം മറക്കാൻ പറ്റില്ല. ഇഹ്റാം കഴിഞ്ഞതിന് ശേഷം ഇഹ്റാമിന് ശേഷം മുഖം മറക്കാൻ പറ്റില്ല, മുഖയും മറക്കാൻ പറ്റില്ല. ഇതെന്ന് വെച്ചിട്ട് ഇപ്പം മക്കത്തെത്തിയാൽ പിന്നെ ഫുള്ള് എപ്പോൾ ഓപ്പണിങ്ങുള്ള ചിന്തയോ ആയിരിക്കും വേണ്ട പെണ്ണുങ്ങൾക്ക് വേണ്ട.
മുഖം മറക്കലാണ് നിർബന്ധം. മറക്കണം, നിർബന്ധമായി. കാരണം അത് ഇതിനേക്കാളും കൂടുതൽ മറക്കേണ്ട സ്ഥലമാണ് മക്കയും മദീനയും. പ്രത്യേകിച്ച് ഓർമ്മിക്കുക, യുവതികളായ സ്ത്രീകളുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? മുഖം നിർബന്ധമായും ഇഹ്റാമിലല്ലെങ്കിൽ മറച്ചിരിക്കണം, നിർബന്ധമായും മറക്കണം. മദീനത്തിൽ പ്രത്യേകിച്ച് റോസ് അടച്ചുണ്ട് പെണ്ണുങ്ങൾ. അല്ലെ നമ്മൾ പോയി വെറുതെ പൊരുത്തക്കേട് വാങ്ങിക്ക് വേണ്ടി ആ പണിക്കാർക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ പഠിപ്പിക്കുന്ന സ്ഥലമാണ്. അത് പ്രത്യേക ശ്രദ്ധിക്കുക. അങ്ങനെ ഇതെല്ലാം കഴിയുമ്പോൾ ഫ്ലൈറ്റും കഴിഞ്ഞ് ജിദ്ദയിൽ നിന്ന് പുറത്തിറങ്ങി നമ്മളെ പാസ്പോർട്ടും വിസയും നമ്മുടെ കയ്യിലുണ്ട്. അവിടെ എത്തുമ്പോൾ വിസ എടുത്ത് ഓപ്പണാക്കി വെക്കുക. പാസ്പോർട്ടും വിസയും വേണ്ടതുപോലെ വളരെ വേണ്ട പോലെ പറഞ്ഞു ടെൻഷനാക്കി ഒരാളുടെ വലിയ സമാധാനം. ഞാൻ ഒറ്റക്കല്ല, ഒരാളും കൂടി ഉള്ളത് കൊണ്ട് വേണ്ടതുപോലെ എയർപോർട്ടിന് വേണ്ടിയ കാര്യങ്ങൾ ബാക്കി ട്രാവലിങ്ങിൻ്റെ കാര്യങ്ങൾ വേണ്ടതുപോലെ സഹകരിച്ചതിൽ അതുപോലെ ചോദിച്ചാലും തിരിയുന്നില്ലെങ്കിൽ അങ്ങനെ ജിദ്ദയിൽ ആടുന്നുള്ള ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞ ശേഷം പുറത്ത് വരുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെ നമുക്ക് ഓർമ്മ നമ്മുടെ നമ്പർ ഉണ്ടാവും. ഓരോരുത്തരുടെ നമ്പർ ഇത് മുഫീദ സിംഗ് 4 ID നമ്പർ ഇല്ല, ബാഗിന് നമ്പർ ഉണ്ടാവും. അപ്പോൾ നമ്മളെ ഈ നമ്പർ പ്രകാരമുള്ള ബാഗ് നമ്മൾ ഓർമ്മ വേണം. ഇതാരെ ബാഗ് 4 നമ്പർ 4 വാങ്ങണം. മനസ്സിലായില്ലേ? ഇതാണെന്ന് വാങ്ങാനില്ല. ആണെന്ന് എയർപോർട്ടിൽ നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ ക്ലിയറൻസ് കഴിഞ്ഞാൽ പുറത്തെത്തുമ്പോൾ ഇവിടെ തിരിഞ്ഞോണ്ടുണ്ടാവും. അവിടെ പോയി നമ്മുടെ ബാഗ് ഇത് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. ലഗേജ് ബാഗ് ആവില്ല. ഈ ലഗേജ് ബാഗ് ഇത് നമ്മൾ നോക്കാം. ബാഗ് ഈ സാധനം എടുത്തിട്ട് ട്രോളി വെക്കുക. ഇയാളെ ഒരാൾ ബാഗ് നിങ്ങളുടെ മുമ്പിൽ ഇയാളെ മുമ്പിൽ ബാഗ് ഉസ്താദ് ബാഗ് ഉസ്താദ് ആദ്യം സാധനം കൊണ്ടുവരുന്ന നോക്കാൻ വേണ്ടിയിട്ട് ഇയാളങ്ങനെ തന്നെ ചെയ്യരുത്. മുമ്പ് അങ്ങനെ തന്നെ ചെയ്തതും മുമ്പോട്ട് അങ്ങനെ തന്നെ ചെയ്യും. ഇയാളോട് വരുമ്പോൾ വിശ്വാസം ധൈര്യത്തിൽ പറയുന്നത് കേട്ടോ, അതിനോട് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ എയർപോർട്ടിലെത്തി എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി നമ്മൾ ബസ്സാണ് സജ്ജീകരണം. ബസ് കയറുക, നേരെ തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് കിടക്കുക മക്കത്തേക്ക്. ഏകദേശം 1.5 മണിക്കൂറിനുള്ളിൽ നമ്മൾ മക്കത്തെത്തും. എത്തിയാൽ റൂമ് ചിലപ്പോൾ അപ്പോൾ തന്നെ കിട്ടിക്കൊള്ളുന്നില്ല. ഉച്ചക്കഴിഞ്ഞ് റൂമിട്ട് ഉച്ചയ്ക്ക് ശേഷം അപ്പോൾ ലഗേജിനെ പുറത്ത് വെക്കും. ലഗേജിനെ പുറത്ത് വെച്ച് ഉച്ചയ്ക്ക് ചെക്കിൻ ആവുന്നു. അത് 2 മണിക്ക് ശേഷമാണ്. അപ്പോൾ നമുക്ക് അവിടെ ഉള്ളിൽ കയറാൻ സമയമില്ല. കാരണം ഇറാമിലല്ല, ഇറാമിൽ പോയിക്കാണ്ട്. അപ്പോൾ നേരെ നല്ല വിഷമത്തിട്ടുണ്ടാവും. ഒന്ന് കൊണ്ടുപോകാത്തവർ പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ഫ്ലൈറ്റ് തിന്നാൻ വേണ്ടി ഒന്ന് കൊണ്ടുപോകാത്തവരുണ്ടെങ്കിൽ കുറച്ച് വിഷമങ്ങളുണ്ടാവും. അങ്ങനെ ജിദ്ദയിലെത്തി നമ്മളിപ്പോൾ മക്കയിലേക്ക് എത്താൻ പോകുന്നു. മനസ്സിലായില്ലേ? അല്ലാഹു തൗഫീഖ്. അങ്ങനെ മക്കയിലേക്ക് എത്തലോടുകൂടി നമ്മൾ റൂമിൽ പോയി നമ്മുടെ ലഗേജ് തന്നെ നമ്മൾ ലോഡ്ജിൻ്റെ പുറത്ത് വെച്ച് ഇൻഷാ അല്ലാഹ് പിന്നെ നാസ്ത കഴിച്ച് ഒന്ന് ഫ്രഷായി അതിനുള്ള സൗകര്യം ഉണ്ടാവും. അല്ലാതെ ചിലപ്പോൾ നമ്മുടെ കാര്യങ്ങളിൽ വിട്ടിലേക്ക് പോകും. ഇല്ലെങ്കിൽ നമ്മൾ ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്യണം പോകുന്ന സമയം. അങ്ങനെയാണ് സാധാരണ. അങ്ങനെ നമ്മൾ ഉമ്ര കഴിയുമ്പോൾ 2 മണിയാവും. 2 മണിയാവും കഴിയുമ്പോൾ അങ്ങനെ ലഗേജിൻ്റെ ലോഡ്ജ് വെച്ച് ലഗേജ് കഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. എല്ലാം ഉണ്ടാവും, ഒന്നും പൊരിക്കാനൊന്നുമില്ല. എല്ലാം വെക്കുക. നമ്മൾ ഈ ബാഗ് എടുക്കുക. ഈ ബാഗ് നമ്മൾ ചെരുപ്പും കാര്യങ്ങളും കൊണ്ടുപോകാനാണ്. പാസ്പോർട്ട് എടുത്ത് നമ്മൾ ബാഗിൽ ഉള്ളിൽ വെക്കുക. അല്ലെങ്കിൽ ഭദ്രമായിട്ട് ബാഗിൽ വെക്കുക. നഷ്ടപ്പെട്ടു പോകും. അതിൽ വലിയ ഒരാൾ പറഞ്ഞുകൊണ്ട് ചെയ്യണം. അങ്ങനെ നാസ്തയെ കഴിച്ച് മുതുവല്ല എപ്പോഴും എപ്പോൾ ഹറമിലേക്ക് പോകുന്നത് മുതു എടുക്കേണ്ടത് പോകുന്നതാണ്. ആളെ സൗകര്യങ്ങളുണ്ട്. ഇറങ്ങിപ്പോയാൽ ചിലപ്പോൾ അറിയാത്തവരാണ് നമ്മളിപ്പോൾ മാറിപ്പോകും. ഒരു സ്റ്റെപ്പിൽ ഇറങ്ങി 2ാമത്തെ പതിനെട്ട് കൈമാറി വേണ്ടി താഴെപ്പോൾ അണ്ടർഗ്രൗണ്ട് ഫുള്ള് ബാത്റൂമാണ്. അപ്പോൾ അതെല്ലാം അപ്പോൾ അടുത്താണ് നമ്മുടെ കയ്യിൽ പോകുമ്പോൾ അടുത്ത് നമ്മുടെ കയ്യിൽ പോകാൻ നല്ല സുഖം. നമ്മുടെ കയ്യിൽ പോകുമ്പോൾ നല്ല സുഖം. ഇൻഷാ അല്ലാഹ്
ഖദീജ റളിയല്ലാഹു അൻഹ മൺമറഞ്ഞു കിടക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്താണ് ഉള്ളത്. ഇതിന് കുറച്ച് ഭയങ്കര അത്രയല്ല, കുറേ ഇപ്പോഴും അറിവിൻ്റെ അടുത്താണ്. പക്ഷേ ഇപ്പോൾ എത്ര അടുത്തെന്ന് പറയും ഞാനിപ്പോൾ ഞാനായാലും ആരായാലും 10 എന്ന് പറയും. 10 റൂം കിട്ടണം. ഏകദേശം 700-750 വീട്ടിലാണ് റൂം കിട്ടും. വഴിയുണ്ടോ? അപ്പോൾ അതെല്ലാം പൊളിച്ചപ്പെട്ടില്ല, എല്ലാം പൊളിക്കപ്പെട്ടു. ഇപ്പോൾ മോനെ വാഹനത്തിനകത്ത് അടുത്തുണ്ട്, അതെല്ലാം ക്ലോസാണ്. പോയിട്ട് എല്ലാം ക്ലോസാണ്. അതെ. അപ്പോൾ ഈ അടുത്തെന്ന് പറഞ്ഞാൽ ഏകദേശം 700-750 മീറ്റർ ഉണ്ടാവും. ഏകദേശം അത് മക്കത്തായാലും ശരി മദീനത്തായാലും ശരി അങ്ങനെയാണ്. അപ്പോൾ അതെല്ലാം പ്രത്യേകം ഒരു ശ്രദ്ധയിൽ ഉണ്ടാവുന്നത് പോകുമ്പോൾ തന്നെ അന്ന് 5 നിങ്ങൾ പറയുന്നവരുണ്ടോ? സംഗതി എന്തായാലും പിന്നെ ചുമ്മാ കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ നല്ലോണം അടുത്തുള്ള സ്ഥലമാണ് ഈ പറഞ്ഞ സ്ഥലം. അൽഹംദുലില്ലാഹ് അല്ലാഹു നല്ല കാര്യം നമുക്ക് തൗഫീഖ് ചെയ്യും. അപ്പോൾ ഖദീജമാരുടെ അടുത്താണ് നമ്മൾ ഡെയിലി ബേസ് ചെയ്യുന്നത്. നമുക്കല്ല ഇതേ ബാക്കി ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഇനി നമ്മൾ നാസ്തന്നെ കഴിച്ച് റൂമിൽ നിന്ന് മുഴുവനെടുത്ത് പിന്നെ ആദ്യത്തെ ഉംറയല്ലേ എല്ലാവരും ഒന്നിച്ചെന്ന് കണ്ടിട്ട് ചെല്ലിക്കൊണ്ട് പിന്നെ ഒരു സമയം 1 മണിക്കൂർ സമയം തന്നെ തേര് പറഞ്ഞു. നല്ല ക്ഷീണമുണ്ടാവും. കാരണം ഇന്നലെ ഉച്ചക്ക് തുടങ്ങിയ യാത്രയല്ലേ, നാളെ അവിടെ എത്തുന്നത്. ഇന്നലെ തുടങ്ങിയ യാത്ര ഇന്ന് രാവിലെ എത്തുന്നത് 4 മണിക്കാണ് എത്തുന്നത്. ഉച്ച 3 മണിക്കാവുന്നതായിരുന്നു. പക്ഷത്തെ ഉംറയല്ലേ പ്രയാസം ഉണ്ടാവും, നല്ല ക്ഷീണം ഉണ്ടാവും, യാത്രയുടെ ക്ഷീണം, അതുപോലെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെല്ലാം ഉണ്ടാവും. അതെല്ലാം എല്ലാവരും കണക്കിലെടുക്കുക. അങ്ങനെ റൂമിൽ നിന്ന് പിന്നെ ഉളവ് ചെയ്ത് എല്ലാം ഒന്നിച്ച് ചൊല്ലിക്കൊണ്ട് ഇങ്ങനെ കൊണ്ടുപോകും. ഒരാൾ വേഗമുണ്ടാവും, ചെറിയ കുട്ടുന്ന മുമ്പിലുണ്ടാവും. അവരെ തെറ്റിപ്പോകാതെ കൂടി കൊണ്ടുപോയി പിന്നെ ഇനി നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് ഹറമിലേക്കാണ്. വിശുദ്ധമായ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിവാദത്തിന് മുന്നേ കിട്ടുന്ന പള്ളിയാണ് മക്കത്തെ പള്ളി. 3 പള്ളികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മക്കത്തെ മസ്ജിദുൽ ഹറാം, 2ാമത്തെ സ്ഥാനം മദീനത്തെ, 1ാമത്തെ സ്ഥാനം മക്കയിലുള്ള മസ്ജിദുൽ ഹറാമിനാണ്, 2ാമത്തെ സ്ഥാനം മദീനയിലുള്ള മസ്ജിദുൽ നബവിക്കാണ്, 3ാമത്തെ സ്ഥാനം ഫലസ്തീനിലുള്ള ബൈത്തുൽ മുഖദ്ദസിന്. ഇങ്ങനെ അപ്പോൾ ലോകത്ത് 1ാമത്തെ സ്ഥാനമുള്ള വിവാദത്തിന് ലക്ഷക്കണക്കിന് പ്രതിഫലം ലഭിക്കുന്ന പള്ളിയിലേക്കാണ് നാം കാലത്ത് നോക്കാൻ പോകുന്നത്. നമ്മൾ പോകുമ്പോൾ തന്നെ വളരെ ദൂരം തന്നെ ക്ലോക്ക് ടവറിനെ ഇങ്ങനെ കാണാം. മേലെ അത് കാണുമ്പോൾ തന്നെ മനസ്സിൽ ഇങ്ങനെ നമ്മുടെ അരിയണം. മനസ്സ് ശുദ്ധീകരിച്ച് ഞാൻ പറഞ്ഞ പോലെ തുമ്പ ചെയ്ത് എല്ലാം പൊരുത്തപ്പടിയൊക്കെ ഉണ്ടാവുന്നവരെല്ലാം പൊരുത്തപ്പടിച്ച് കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു വെട്ടി അല്ലെങ്കിൽ അവധി പറഞ്ഞ് അത്രയ്ക്ക് സംശുദ്ധമായ മനസ്സോടുകൂടിയാണ് വിശുദ്ധമായ ആ കറുത്ത പട്ട് പൊതിച്ചു വെച്ചിരുന്ന കഴബാലയം കാണാൻ വേണ്ടി നമ്മൾ പോകുന്നത്. അങ്ങനെ കഴബാലയത്തിൻ്റെ ഹറമിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ പ്രത്യേക ദുആഉണ്ട്. ഇൻഷാ അല്ലാഹ് അത് കഴിയുമെങ്കിൽ ആദ്യത്തെ ഉംറയായതുകൊണ്ട് ചിലപ്പോൾ അത് കഴിയും. അപ്പോൾ അങ്ങനെ നമ്മൾ ഹറമിലേക്ക് എത്തി കഅബ ശരീഫിനെ കാണാൻ പോവുകയാണ്. കൊല്ലങ്ങളായി പൊതിച്ച ആ കഅബ ശരീഫ് ഇങ്ങനെ കാണുമ്പോൾ ആ കാണുന്ന സമയത്ത് ആദ്യത്തെ ദുആക്ക് ഉത്തരമുണ്ട്. ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നുണ്ട്. ഒരു ദുആ നമ്മളത് ദുആ മനസ്സിൽ നിന്ന് കരുതിയാൽ അപ്പോൾ മഹാന്മാർ പഠിപ്പിക്കുന്ന കുറേ ഉദ്ദേശങ്ങളുണ്ടാവും. എനിക്കങ്ങനെ കുറേ ഉദ്ദേശങ്ങളുണ്ടാവും. ഞാൻ പോകുന്നതാണ് 10 പ്രാവശ്യം പോയാലും ഓരോ പ്രാവശ്യം ഒന്നിൻ്റെ ഉദ്ദേശം എന്ത് കാരണം പറഞ്ഞേന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ ഞാൻ ഇന്ന് ചെയ്യാം. മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഈ ദുആ അറിയാത്ത ആരുണ്ടാവും? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, പടച്ചവനെ എനിക്ക് ദുനിയാവിൽ ഹസനത്ത് നല്ലത്, വഫിൽ ആഖിറതി ഹസനതൻ, ആഖിറത്തിലും നല്ലത്, വഖിനാ അദാബന്നാർ, നരകത്തിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യണം. ഈ ദുആ അർത്ഥം മനസ്സിലാക്കി വരുന്നതാണ്. ദുനിയാവിൽ നല്ലത് കിട്ടി, ആഖിറത്തിൽ നല്ലത് കിട്ടി, ജീവിതം ദുനിയാവിലെ ജീവിതം നല്ലത്. അതിൽ ദുആ പടച്ചവനെ ഞാൻ ഈ സമയം മുതൽ അങ്ങോട്ട് ദുആ ചെയ്യുന്ന എല്ലാ ദുആകളും നീ കബൂലാക്കണേ അല്ലാഹ്. ഇത് മഹാന്മാർ പഠിപ്പിച്ച ദുആ. ആദ്യത്തെ ദുആ ആ ദുആ ഇനി മുതൽ ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും ദുആകളും നീ കബൂലാക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ നമുക്ക് എന്ത് ചോദിച്ചാലും സാധിക്കുന്നു. ആ ദുആ ഉപയോഗിക്കട്ടെ. അങ്ങനെ ദുആ ചെയ്ത്
പിന്നെ അവിടെ കഅബ കാണുന്ന പോകാനുള്ള പ്രാർത്ഥനയുണ്ട്, മുമ്പിലുണ്ട്. ഇൻഷാ അല്ലാഹ് പറ്റി നിൽക്കാൻ കഴിഞ്ഞ് നിൽക്കാൻ ആകുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം നിൽക്കാൻ പറ്റിയില്ല, അത്രയും തരത്തിലാണ്. അപ്പോൾ അതിലൂടെ ആരും നിൽക്കാതെ ശരിക്ക് ഒരു അമീർ, പിന്നെ ആരായിക്കോട്ടെ, അമീർ എങ്ങോട്ടായിക്കോട്ടെ, ഒരു അമീർ നമ്മുടെ യാത്രയുണ്ടാവുന്നത് നിർബന്ധം. ഒരു അമീർ യാത്രക്ക് നിർബന്ധം. ഏത് യാത്രയാണ് ഒരു വണ്ടിയുടെ ദേവാലയം ഒരു അമീറാണ് നടക്കുന്നത്. ഒരു സുന്നത്തും കൂടിയാണ്, റസൂലുള്ളാഹിന്റെ ഹദിയാണ്. അപ്പോൾ അമീർ പറയുന്നത് കൃത്യമായി അനുസരിച്ച്. ഇപ്പോൾ രണ്ടമീരാണ് ഉസ്താദോട് നല്ലോണം വെച്ചിട്ടുള്ള ഇയാൾ എന്ത് പറയുന്നുണ്ട് അതനുസരിച്ച് ഞാൻ മാന്ന് വിളിച്ചാലും ഉണ്ടാവും. അതങ്ങനെയാണ് യാത്രയുടെ മര്യാദ. അല്ലെങ്കിൽ യാത്രയുടെ ഒരു വിരോധിയായി മാറും, അത് വലിയ തെറ്റാണ്. അനുസരിക്കണം, അമീരനുസരിക്കണം. അങ്ങനെയാണ് ഓരോക്കാണ് ഹബശിയ ഒരു കാട്ടാളക്കാരും ശരി അമീര മുന്നിൽ ആ പറയുന്ന അനുസരിച്ചോളണം. അങ്ങനെ കഅബയെ കഅബ കണ്ടു, കഅബ കണ്ട് കണ്ണു നിറഞ്ഞ് കണ്ണിനൊപ്പിച്ച് നാം പ്രാർത്ഥിച്ചു. ഇനി പോകുന്നത് നാം തവാഫിലേക്കാണ്. കഅബയുടെ മോളിൽ കൊണ്ടുവരാൻ മറന്നുപോയിട്ടുണ്ട്, കുറേ ദൂരത്തല്ല, കൊണ്ടുവന്നിട്ടില്ല. ഇൻഷാ അല്ലാഹ് അങ്ങനെ കഅബയുടെ മുറ്റത്തെത്തി. ഇനി ഉംറയുടെ ഫർദുകൾ കൊണ്ട് നേരത്തെ കഴിഞ്ഞു. നേരത്തെ കഴിഞ്ഞത് ഇഹ്റാം. ഇഹ്റാമിൽ उम्रा के बैग में हाँ